എല്ലാവർക്കും നമസ്കാരം. പയ്യന്നൂർ ജനസഭ എന്ന പരിപാടിയിൽ നേതാവിനൊപ്പം എന്ന ഒരു പരിപാടിയിൽ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് BJPയുടെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള, നമ്മുടെ നാട്ടിലാകെ സുപരിചിത മുഖമായിട്ടുള്ള പനക്കൽ ബാലകൃഷ്ണനാണ്. അദ്ദേഹമാണ് ഇന്ന് BJPയുടെ പ്രതീക്ഷ പങ്കുവെക്കുന്നത്. ആ പരിപാടിയിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഈ പയ്യന്നൂർ ജനസഭ നേതാവിനൊപ്പം എന്ന പരിപാടിയുടെ മീഡിയ പാർട്ട്ണർ പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ക്ലിനിക്കും അതോടൊപ്പം തന്നെ ബർഗർ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാപനവുമാണ്. ഈ രണ്ട് മീഡിയ പാർട്ട്നേഴ്സിനോടുമുള്ള സ്നേഹം ഇവിടെ പങ്കുവെക്കുന്നു. ബെസ്റ്റ് ബർഗ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനം ഒരു പുതിയ രുചിഭേദം പയ്യന്നൂരിന് പരിചയപ്പെടുത്തുന്ന ബെസ്റ്റ് ബർഗർ എന്ന് പറയുന്ന സ്ഥാപനം ഈ രണ്ട് സ്ഥാപനത്തോടുള്ള സ്നേഹവും പ്രകടിപ്പിക്കുന്നു. നമ്മൾക്ക് ചോദ്യത്തിലേക്ക് നേരെ കടന്നു വന്നാൽ, താങ്കൾ BJPയുടെ കോഴിക്കോട് മേഖലാ ജനറൽ സെക്രട്ടറിയാണ്. അതോടൊപ്പം തന്നെ പയ്യന്നൂരിലെ BJPയുടെ മണ്ഡലം പ്രസിഡന്റായി പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത ഒരു വ്യക്തിയാണ്. പയ്യന്നൂരിലെ BJPയുടെ മുഖമാണ്. ആ അർത്ഥത്തിൽ തന്നെയാണ് നേതാവിനൊപ്പം എന്ന പരിപാടിയിൽ താങ്കൾ പങ്കെടുക്കുന്നത്. എന്താണ് പയ്യന്നൂർ നഗരസഭയിലെ BJPയുടെ പ്രതീക്ഷകൾ? എത്ര സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്? അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി സംസാരിച്ച് നമുക്ക് തുടരാം. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഭാരതീയ ജനതാ പാർട്ടി പയ്യന്നൂർ നഗരസഭയിൽ 28 സ്ഥലത്തേക്കായിരുന്നു മത്സരത്തിൽ ഏർപ്പെട്ടിരുന്നത്. അതിൽ 19ാം വാർഡിലത്തെ ഒരു സ്ഥാനാർത്ഥി പിൻവലിച്ചതിൻ്റെ ഭാഗമായി 27 സ്ഥലത്താണ് ഇന്ന് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് പ്രവർത്തനമായി മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ഈ 27 സ്ഥലത്ത് നല്ലൊരു മുന്നേറ്റം നടത്താൻ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി തയ്യാറായിട്ടുള്ളത്. അതിൽ എല്ലാം വിജയിക്കും എന്ന് പറയാനൊന്നും നമ്മൾ തയ്യാറില്ല. പക്ഷേ എങ്കിലും ഒരു 5 സ്ഥലത്ത് വിജയപ്രതീക്ഷയോടുകൂടെ നല്ല രീതിയിലുള്ള മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ വീട് കയറിയതും ഒക്കെ 3, 4, 5 വട്ടം, ഇന്ന് നമ്മൾ ഇറങ്ങിയത് 5ാമത്തെ വട്ടം ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ട്. 5 സ്ഥലത്താണ് ശരിക്കും ടാർഗറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ 27 സ്ഥലത്തേക്ക് എത്താനുള്ള ഘടകവും, നമ്മൾ 46 സ്ഥലത്ത് പ്രവർത്തിക്കുന്നതും, നമ്മൾ ചില പരിമിതമായ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ചില സ്ഥലത്ത് എത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. പക്ഷേ അതൊക്കെ വരും കാലങ്ങളിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ 27 സ്ഥലത്ത് കോൺസെൻട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഞങ്ങൾ ഈ 27 സ്ഥലത്ത് മത്സരിക്കുന്നത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം താങ്കൾ പറഞ്ഞു, ആദ്യം തന്നെ പറഞ്ഞു, ഒരു സ്ഥാനത്തെ സ്ഥാനാർത്ഥി പിൻവലിക്കപ്പെട്ടു എന്നുള്ളത് ടൗൺ വാർഡിലെ സ്ഥാനാർത്ഥിയാണ്. അത് വലിയ ആക്ഷേപമായിട്ട് LDF മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസും അതുപോലെ തന്നെ BJPയും തമ്മിൽ വലിയ കൊടുക്കൽ വാങ്ങൽ എന്നുള്ള ഒരു സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കോറോം എന്ന് പറയുന്ന സ്ഥലത്ത് കോൺഗ്രസ് നിങ്ങളെ സഹായിക്കും, അതിന് പിന്നിൽ സാമ്പത്തികമായ ചില കൊടുക്കലും വാങ്ങലും ഉണ്ട് എന്നുള്ള രീതിയിലുള്ള പ്രചരണം നടക്കുന്നുണ്ട്. അത് LDF നിങ്ങളും കോൺഗ്രസും തമ്മിലുള്ള രഹസ്യ ബാന്ധവമുണ്ട് എന്നുള്ള രീതിയിൽ തന്നെ പറയുന്നുണ്ട്. എന്നാൽ മറ്റു പ്രചരണങ്ങളും സമൂഹത്തിൻ്റെ പല ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. വോട്ട് കച്ചവടം, അതുപോലെ തന്നെ പണം, അതൊക്കെ പറഞ്ഞുകൊണ്ട് എന്താണ് ടൗണിലെ സ്ഥാനാർത്ഥിയുടെ പിൻവാങ്ങലുമായി ബന്ധപ്പെട്ടിട്ട് പനക്കലിന് പറയാനുള്ളത്? ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് തീർത്തും വാസ്തവവിരുദ്ധം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഭാരതീയ ജനതാ പാർട്ടി നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന അതുമുതലേ പറയുന്നത് കോൺഗ്രസ് മുക്ത ഭാരതം എന്നാണ്. ഞങ്ങൾ ഇന്നും പറയുന്നത് ഞങ്ങൾ കോൺഗ്രസ് മുക്ത ഭാരതവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ പയ്യന്നൂരിൽ നടന്ന ഈ വാർഡിലത്തെ സ്ഥാനാർത്ഥി പിൻവാങ്ങിയതുമായി ബന്ധപ്പെട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ പയ്യന്നൂരിലെ പ്രമുഖനായ നേതാവ്, സംസ്ഥാന സമിതി അംഗം KK ശ്രീധരാട്ടനായിരുന്നു ഞങ്ങൾ ആ സ്ഥലത്ത് സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരുന്നത്. ശ്രീധരാട്ടനുമായി ബന്ധപ്പെട്ട് ഈ നോമിനേഷൻ കൊടുക്കുന്ന 2 ദിവസം മുന്നേ ആയിരുന്നു ശ്രീധരാട്ടൻ അതിൽ നിന്ന് പിന്നോട്ട് പോയത്. അപ്പോൾ അവസാന ഘട്ടത്തിൽ ഞങ്ങൾ പയ്യന്നൂർ ഏരിയ പ്രസിഡന്റ് മനോഹരാട്ടൻ്റെ പേരായിരുന്നു. മനോഹരാട്ടൻ കോറോം 6ാം വാർഡിൽ, എൻ്റെ സ്വന്തം വാർഡിൽ, അത് മനോഹരട്ടൻ മത്സരിക്കുന്നത്. അപ്പോൾ മനോഹരൻ ആവാൻ സാഹചര്യമില്ലല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏരിയ ജനറൽ സെക്രട്ടറിയായ നാരായണേട്ടൻ, കാനായി നാരായണേട്ടനെയാണ് ഞങ്ങൾ മത്സരിപ്പിക്കാനാണ് തീരുമാനിച്ചത്. ഈ നാരായണേട്ടനെ മത്സരിപ്പിക്കുമെന്ന് പറയുന്ന സമയത്ത് നാരായണൻ ആരാന്നും കൂടെ അറിയണ്ടേ.
വലിയൊരു കോൺഗ്രസ് കുടുംബത്തിലെ ഒരു കോൺഗ്രസ് നേതാവ് ഉമ്മൻചാണ്ടി എന്ന് വിളിക്കാൻ പോലും പ്രാപ്തിയായ നാരായണ പൊതുവാളുടെ മകനാണ്. കാനായിലെ ഒരു വലിയ കോൺഗ്രസ് കുടുംബത്തിലെ മകനാണ്. അങ്ങനെയുള്ള ഒരാൾ കുറേ കാലങ്ങളായി ഭാരതീയ ജനതാ പാർട്ടി സജീവമായി പ്രവർത്തിച്ച് എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നോമിനേഷൻ കൊടുത്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായ ചെറിയ അസ്വസ്ഥത. അദ്ദേഹത്തിൻ്റെ വൈഫ് ഈ ടൗൺ ബാങ്കിലെ ഒരു സ്റ്റാഫാണ്. ആ ടൗൺ ബാങ്കിലെ ഒരു സ്റ്റാഫായിരുന്നു അവിടെ മത്സരിക്കുന്നത്. ആ വിഷയം കുടുംബത്തിൽ മക്കളുമായി ബന്ധപ്പെട്ടൊരു അസ്വസ്ഥത വന്നു. പക്ഷെ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞില്ല. ഞങ്ങൾക്ക് വളരെ വേദനിച്ചു. അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിൻവലിച്ചാൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം പാർട്ടിയോട് ആലോചിക്കാതെ പിൻവലിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വേദന ഉണ്ടാക്കി. അത് ഞാനാട്ടിനോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാമല്ലോ. ചതിവ് പറ്റിയെന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് ശരിയല്ല, ചതിവിക്കാൻ പാടില്ലായിരുന്നു എന്നതായിരുന്നു എൻ്റെ പോസ്റ്റ്. സത്യത്തിൽ ഞങ്ങൾക്ക് ഒരു കക്ഷിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ബന്ധമില്ല. ഇപ്പോൾ കോൺഗ്രസ് ഞങ്ങളോട് പറയുന്ന ഒരു വസ്തുതയുണ്ട്. കോൺഗ്രസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പറയുന്നത്, നിങ്ങൾ അവിടെ നിന്നാൽ ഞങ്ങൾ തോക്കും, നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സപ്പോർട്ടല്ലേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെന്തൊരു നാണം കെട്ട അവസ്ഥയാണ്. ഭാരതീയ ജനതാ പാർട്ടിക്ക് മത്സരിക്കണ്ടേ? ദേശീയ പ്രസ്ഥാനമല്ലേ ഭാരതീയ ജനതാ പാർട്ടി? അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി നാളെ കേരളം ഭരിക്കും. ഇടതുപക്ഷ നിരീക്ഷകന്മാർ പോലും പറയുന്നത് 10 വർഷത്തിനുള്ളിൽ കേരളം ഭരിക്കുന്നത് NDAയുടെ ഭാരതീയ ജനതാ പാർട്ടി NDA കക്ഷിയായിരിക്കുന്നു ഇടതുപക്ഷ നിരീക്ഷകന്മാർ പറയുന്നത്. ഞങ്ങൾ വളരെ ആവേശത്തോടെ പറയുന്നത് 10 വർഷം പോലും ഞങ്ങൾ കാത്തിരിക്കേണ്ടി വരില്ല. ഈ പയ്യന്നൂരിൻ്റെ മണ്ണ് ഞങ്ങൾ വളരെയധികം അടുത്തറിഞ്ഞു. 4 ബലിദാനികളുടെ മണ്ണാണ് പയ്യന്നൂർ. സ്വർഗീയ TP പുഞ്ചക്കാട് ദാമോദരേട്ടൻ, സ്വർഗീയ വിനോദ് കുമാർ, സ്വർഗീയ CK രാമേന്ദ്രൻ, അതുപോലെ ചുരക്കാട് ബിജു. ഈ പയ്യന്നൂർ 4 ബലിദാനികളുടെ മണ്ണ്. ഒരിക്കലും ആ ബലിദാനം പാഴാവില്ല. കാരണം ബലിദാനികളുടെ മണ്ണിൽ നിന്നും അവർ നമ്മൾക്ക് തന്ന ആ ഊർജം കൊണ്ട് ഞങ്ങൾ ഈ പച്ചവെളിച്ചം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ഒന്ന് പറയാനുള്ളത്, നിങ്ങൾക്ക് BJPൻ്റെ ലീഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളെ കാണാനുണ്ടോ? ഇല്ല. ഇന്ന് ചെറുപ്പക്കാരായ ഒരു ടീമാണ് പയ്യന്നൂരെ കൊണ്ടുവന്ന്. അത് നിങ്ങളെപ്പോലുള്ളവർ ഞങ്ങളെ കാണുമ്പോൾ നാളെ ഇങ്ങനെ ചില പത്രമാധ്യമങ്ങൾ മുന്നിലേക്ക് വരുന്ന സമയത്ത് നാളെ ഇവരെല്ലാം ലീഡേഴ്സായി വരും. അതിന് അധിക കാലം വേണ്ട. ഞങ്ങൾ വളർന്നുകൊണ്ടിരിക്കും. ഞങ്ങൾക്കൊരു മാതൃസംഘടനയുണ്ട്, രാഷ്ട്രീയ സ്വയംസേവക സംഘം. ആ സംഘടനയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു സ്വയം സേവകനാണ് ഞാൻ ഇന്നും ആ മാതൃസംഘടനയിൽ വിശ്വസിച്ചുകൊണ്ട് ഒരു സ്വയം സേവകനായിട്ട് സമാജ സേവനത്തിന് വേണ്ടിയിട്ടാണ് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ BJPയുടെ 46 വാർഡിൽ നിങ്ങൾ മത്സരിക്കുന്നില്ല. അതിന് കാരണമായിട്ട് നിങ്ങൾ പറഞ്ഞത് നമ്മൾക്ക് മറ്റുള്ള വാർഡുകളിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്തരമൊരു സാഹചര്യം സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് താങ്കൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ താങ്കൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ 5ഓളം സീറ്റുകൾ ഇവിടെ നേടിയെടുക്കും എന്നുള്ള രീതിയിലുള്ള ഒരു പ്രചരണ തന്ത്രം താങ്കൾ പറയുന്നു. എന്തായാലും BJPയുടെ ഒരു ഭാഗത്തു നിന്ന് ഉള്ള ഒരു ചർച്ച ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്, എന്തായാലും BJPയുടെ ഒരു പ്രതിനിധി ഇവിടെ ഉണ്ടാകും എന്നുള്ള രീതിയിലുള്ള അതിശക്തമായ ഒരു പ്രചരണം BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അത് സാക്ഷാത്കരിക്കും എന്നുള്ള തോന്നല് പനക്കയിലുണ്ടോ? തീർച്ചയായും ഉണ്ട്. ഞാൻ ഇന്നും കൂടി അങ്ങനെയുള്ള ചില വാർഡിലൊക്കെ പ്രവർത്തനത്തിൽ പോയിട്ടുണ്ട്. രാവെന്നോ പകലെന്നോ ഇല്ലാതെ നമ്മളെ സഹോദരങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നത് കാണുമ്പം ഏറെ സന്തോഷം നൽകുകയാണ്. കാരണം പയ്യന്നൂർ പോലുള്ള സ്ഥലത്ത് കുറച്ച് കാലം മുന്നേ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രയാസം അനുഭവിച്ച നാടാണ് പയ്യന്നൂർ. ആ സംഘർഷം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും കൂടുതൽ ആൾക്കാരില്ലേ എന്ന് പറയാം. CPMൻ്റെ നമ്മളെ MLA ഭൂരിപക്ഷം നോക്കിയാൽ തന്നെ നമ്മൾക്കില്ല വോട്ട് എത്രയാണ്? നിസ്സാരമായ വോട്ടാ പയ്യന്നൂർ നിയോജക മണ്ഡലത്തില്ലേ. ആ നിയോജക മണ്ഡലത്തിന്റെ പകുതിയാണ് ഈ പയ്യന്നൂർ മണ്ഡലം. അതിൽ ചെറിയൊരു അംശമാണ് പയ്യന്നൂർ നഗരസഭ. ഈ പയ്യന്നൂർ നഗരസഭയിൽ രാവെന്നോ പകലെന്നോ ഇല്ലാതെ പ്രവർത്തിക്കുന്ന സാധാരണക്കാരായ പ്രവർത്തകരെ കാണുമ്പോൾ നമ്മൾക്ക് ആവേശമാണ്. ആ സാധാരണക്കാരായ പ്രവർത്തകർ അവർ ഇന്നൊരു കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ ഒരു 750-800 രൂപയെങ്കിലും മിനിമം വേണം. ഈ പ്രവർത്തകർ അതൊക്കെ വെച്ചും കൊണ്ട് പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പം വളരെ അത്ഭുതം നമ്മൾ കാണുന്നു. അതാണ് ഞങ്ങൾ ആവേശത്തോടെ പറയുന്നത്. ഈ പയ്യന്നൂർ നഗരസഭയും വലിയൊരു കാലം മുന്നോട്ട് പോകാൻ അതിന് മുന്നേ ഞങ്ങൾ കൈവശപ്പെടുത്തും. ഇതതിൻ്റെ ഒരു തുടക്കം അത് ടെസ്റ്റ് ഡോസാണ് പയ്യന്നൂർ. ഇപ്രാവശ്യം നിങ്ങളുടെ പ്രതിനിധി എന്തായാലും നഗരസഭയിൽ ഉണ്ടാവും. നിങ്ങൾ കോറോത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് താങ്കൾ മത്സരിക്കുന്നത് CPMന് വലിയ ഭൂരിപക്ഷമുള്ള LDFന് CPM എന്നാണ്. LDF എന്ന് പറഞ്ഞാൽ കോറോത്ത് CPM എന്ന് തന്നെയാണ്.
അവർക്ക് വലിയ ഭൂരിപക്ഷമുള്ള ഒരു വാർഡ് 14 വാർഡിലെ സ്ഥാനാർത്ഥിയും കൂടിയാണ് താങ്കൾ. താങ്കൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് തന്നെ മത്സരിക്കാൻ എന്താണ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറേയും കൂടെ സ്വാധീനമുള്ള പ്രദേശം ഉണ്ടല്ലോ, താങ്കൾ എന്താ അവിടെ തന്നെ മത്സരിച്ചത്? ഈ കോറം വില്ലേജ് എനിക്ക് എവിടെയും കയറി ചെല്ലാനുള്ളൊരു സ്വാതന്ത്ര്യം ഇപ്പുണ്ട്. കുറച്ച് കാലം മുന്നേ അങ്ങനെയൊന്നും പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. ഞാൻ 6ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് സംഘത്തിൻ്റെ സ്വയം സേവനായി ഷാഗി പോയൊരു വ്യക്തിയാണ്. 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് കോറം ഹൈസ്കൂളിൽ സ്വതന്ത്ര ABVP സ്ഥാനാർത്ഥിയെ നിന്നും കൊണ്ട് അവിടെ മത്സരിച്ച് ജയിച്ചിരുന്നു. 9ാം ക്ലാസ്സിൽ ഞാൻ അവിടെ സ്ഥാനാർത്ഥിയായി നിന്ന സമയത്ത് ഒരു വനിത, എൻ്റെ കുട്ടി ഒരു പെൺകുട്ടിയാണ് സ്ഥാനാർത്ഥിയായതുകൊണ്ട് 3 വോട്ട് ഞാൻ പരാജയപ്പെട്ടു. 10ാം ക്ലാസ് പഠിക്കുമ്പോൾ സ്ഥാനാർത്ഥി എന്ന് വെച്ചാൽ ആ 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ എന്നെ മെമ്പർഷിപ്പ് മുറിക്കാൻ വേണ്ടി എന്നെ ഒരു പീഡാണ്. പക്ഷെ അതൊന്നും കൂസാക്കാതെ ഉണ്ട് ഞാൻ കോറം ഹൈസ്കൂളിൽ മത്സരിച്ചിട്ടുണ്ടോ. അതിനുശേഷം ഞാൻ പയ്യന്നൂർ സരസ്വതി കോളേജിൽ പഠിച്ചു. പ്രീ ഡിഗ്രി ഉണ്ടായി. പ്രീ ഡിഗ്രി ഫെയിൽ ആയതോടെ ഞാൻ തൊഴിൽ രംഗത്തേക്ക് വന്നു. പയ്യന്നൂരിൽ ഓട്ടോ തൊഴിലാളിയായിട്ടാണ്. അതിനു മുന്നേ കല്ലുകൊത്ത് ലോഡിങ് എന്നൊരു തൊഴിലിൽ ഏർപ്പെട്ടിട്ടുണ്ട്. കല്ലുകൊത്ത് ചെങ്കൽ മേഖലയിൽ ഒരുപാട് കാലം പണിയായിട്ട് നടുവൊക്കെ വളഞ്ഞ്. അപ്പോൾ അതിനുശേഷം പയ്യന്നൂർ ടൗണിലെ ഓട്ടോ തൊഴിലാളി ആകുമ്പോൾ പയ്യന്നൂർ ടൗണിൻ്റെ മർമ്മം എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. പക്ഷേ അന്നും ഇന്നും എൻ്റെ മനസ്സിൽ സേവന മനോഭാവമായിരുന്നു. സഹായം, നമ്മളെ പൊതുരംഗത്ത് ആർക്കും അങ്ങനെ ഞാൻ BMSൻ്റെ പ്രവർത്തനമായി. BMSൻ്റെ പയ്യന്നൂരിൻ്റെ മേഖലാ സെക്രട്ടറി, പ്രസിഡന്റ്, കണ്ണൂർ ജില്ലാ BMSൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്ന രീതിയിലൊക്കെ പ്രവർത്തിച്ചു. ആ കാലഘട്ടങ്ങളിൽ പയ്യന്നൂർ എനിക്കെതിരൊരു പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഓട്ടോ തൊഴിലാളിയായ പനക്കീൽ ബാലകൃഷ്ണൻ എങ്ങനെ മണിമാളിക കെട്ടുന്നു എന്നൊരു പോസ്റ്റ് ഗാന്ധി പാർക്കിൻ്റെ പരിസരത്തൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അങ്ങനെ പോസ്റ്റ് വരുമ്പം എൻ്റെ മനസ്സിൽ വന്ന് ഇതെന്നറിയാം, ഈ സഹകരണ സ്ഥാപനങ്ങൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ സഹകരണ സ്ഥാപനങ്ങൾ ലോൺ എടുത്ത് ഞാനൊരു ഫൈറ്ററാണ്, ഗുസ്തിക്കാരനെന്ന് ഞാൻ പറഞ്ഞില്ല, ജീവിതം ഫൈറ്റ് ചെയ്ത് പോകുന്നിടത്താണ്. ജീവിതത്തിൽ ഒരു വളരെ ദാരിദ്ര്യ കുടുംബത്തിൽ നിന്നും ആ കുടുംബത്തിനെ കരകയറ്റിക്കൊണ്ട് പൊതുപ്രവർത്തനത്തിൽ ഏർപ്പെടുക, സമാജത്തെ സേവിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ പയ്യന്നൂരിലും എനിക്കെതിരെ പോസ്റ്റ് വരുമ്പോൾ എന്നെയും നോക്കുന്നുണ്ട് എന്ന് ഞാൻ അന്ന് തിരിച്ചറിഞ്ഞു. അത് 2 തരത്തിലാണ്. ഒന്ന് ഭീഷണി ആയിരിക്കട്ടെ, അല്ലെങ്കിൽ പൊതുരംഗത്ത് എന്നെ കണ്ടു. അതിനുശേഷം ഈ സംഘർഷത്തിൻ്റെ ഭാഗമായിട്ട് 2-3 പ്രാവശ്യം എൻ്റെ വീട്ടിൽ നേരെ ആക്രമണം നടന്നു. എൻ്റെ വീട് ഒരു സംഘർഷത്തിൻ്റെ ഭാഗമായിട്ട് എൻ്റെ വീടൊരിക്കൽ തച്ച് പൊളിച്ചു, വീട്ടിലെ ടാങ്കിലും പൊളിച്ചു. ഈ ധനരാജിൻ്റെ കൊലപാതകത്തോടനുബന്ധിച്ച് അന്ന് രാത്രി എൻ്റെ വീട് കംപ്ലീറ്റ് തച്ച് പൊളിച്ചു, വാഹനങ്ങൾ പൊളിച്ചു. അതിൻ്റെ പിറ്റേത്തെ കൊല്ലം എൻ്റെ വീട് കത്തിച്ച് ചാമ്പലാക്കി. അതിനുശേഷം അതിൻ്റെ പിറ്റേത്തെ കൊല്ലം എൻ്റെ വീടിന് മുമ്പിൽ ബോംബെറിഞ്ഞു. ഇപ്പം എൻ്റെ കട ഞാൻ ഫുള്ള് ലോണെടുത്തിട്ട്, ഞാൻ പറഞ്ഞില്ലേ സർക്കസാണ്, ഒരു പോരാട്ടം. ഇന്നും ഞാനൊരു ഓട്ടോ തൊഴിലാളിയാണ്. പയ്യന്നൂർ KVയിലേക്ക് 10 കുട്ടികളെയും കൊണ്ട് സ്കൂൾ ട്രിപ്പ് എടുക്കും. രാവിലെ സ്കൂൾ ട്രിപ്പ് എടുത്ത് എൻ്റെ കടയിലേക്ക് സാധനമൊക്കെ കൊണ്ടുപോയിക്കൊണ്ട് ബാക്കിയുള്ള മുഴുവൻ സമയവും ഞാൻ സമാജ സേവനത്തിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ഓട്ടോ തൊഴിലാളി, ഇന്നും ഓട്ടോ തൊഴിലാളിയാകുന്നതുകൊണ്ട് എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ ഓട്ടോയിലാണ് എല്ലാ ആൾക്കാരും വന്നു പോവുക. സമാജത്തിലെ ചെറുതും വലുതുമായ ആൾക്കാർ വന്നു വീഴുന്ന സ്ഥലം ഓട്ടോയാണ്. അപ്പോൾ യാത്രക്കാരെ സുരക്ഷിത സങ്കേതത്തിൽ എത്തിക്കുക എന്ന് പറയുമ്പോൾ അതിലൊരു സ്നേഹമില്ലേ, അതിലൊരു മാന്യതയില്ലേ. അപ്പോൾ ഏറ്റവും മികച്ച തൊഴിലെന്ന് ഞാൻ ഇന്നും കാണുന്നത് കൂടുതൽ വിദ്യാഭ്യാസമോ കാര്യമൊന്നും ഇല്ലെങ്കിലും, പക്ഷേ നമ്മൾ ചെയ്യുന്ന തൊഴിൽ മേഖലയിൽ അതിലൊരു സാമ്രാജ്യം തീർക്കുക. അങ്ങനെ പയ്യന്നൂരിലത്തെ പൊതുപ്രവർത്തനം ഇങ്ങനത്തെ സജീവമാവുകയും. താങ്കളൊരു അടിസ്ഥാനപരമായിട്ട് താങ്കളൊരു വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു കുടുംബത്തിൽ ജനിച്ചു. താങ്കളുടെ സ്വയപ്രയത്നകരം താങ്കളൊക്കെ പറയുമ്പോൾ കുറത്തൊക്കെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ABVPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ട് അവിടെ വിജയിച്ചു. അതുപോലെ തന്നെ അത്തരം പ്രവർത്തനങ്ങളിൽ താങ്കൾ ഏർപ്പെട്ടു. കോറം എന്ന് പറയുന്ന സ്ഥലത്ത് താങ്കൾ സംഘടനാ പ്രവർത്തനങ്ങൾ ഗംഭീരമായിട്ട് കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നത് താങ്കളുടെ ഒരു ആത്മവിശ്വാസവും ധീരതയുടെയും പ്രതീകമായിട്ട് തന്നെ നമുക്ക് അതിനെ നോക്കിക്കാണാൻ വേണ്ടി കഴിയും. അതോടൊപ്പം തന്നെ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 3ാം ടേമിലേക്കാണ് ആ ഭരണം മുന്നോട്ട് പോകുന്നത്. അത്തരം ഒരു കാലത്ത് ഭരണത്തിന്റെ ഏതെങ്കിലും ഒരു രംഗത്ത് ഈ പാർട്ടി എത്തും എന്ന് സ്വപ്നം പോലും കാണാത്ത ഒരു കാലഘട്ടത്തിലാണ് താങ്കളെ പോലുള്ള ആളുകൾ ഈ പാർട്ടിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഇന്ന് ഭരണത്തിന്റെ ശീതളമായ കാര്യങ്ങൾ ഉള്ള സമയത്ത് ഇതിന്റെ ഭാഗമാകാൻ പലരെത്തും.
പക്ഷേ താങ്കളെ പോലെയുള്ള ആളുകൾ സംഘത്തിലൂടെ സംഘപരിവാരത്തിലൂടെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇതിന്റെ ഭാഗമാവുകയും അതോടൊപ്പം തന്നെ ഇത് ഭരണമോ അങ്ങനത്തെ എന്തെങ്കിലും തരത്തിൽ കിട്ടുമെന്ന് താങ്കളുടെ വിദൂര സ്വപ്നത്തിൽ പോലും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഇതിനു വേണ്ടി പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത ഒരു പാരമ്പര്യമാണ് താങ്കൾക്കുള്ളത്. അങ്ങനെയുള്ള നിരവധി ആളുകൾ പിന്നെ RSSനും അതുപോലെ തന്നെ സംഘപരിവാരത്തിനും ഉണ്ട്. ഇന്ന് പിന്നെ കേന്ദ്ര ഭരണത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ പല ആളുകളും BJPയിലേക്ക് കടന്നു വരുന്നു. അങ്ങനെ കടന്നു വരുന്നവരും അതുപോലെ തന്നെ പഴയ സംഘപരിവാരവും തമ്മിൽ ഒരു ചേർച്ചക്കുറവുണ്ടോ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ? ഒരു കാരണവശാലും ഈ സംഘപരിവാറുമായി ബന്ധപ്പെട്ട് ഒരു ചേർച്ചക്കുറവും ഉണ്ടാവില്ല. ഈ സംഘപരിവാറിനെ അടുത്തറിഞ്ഞാലേ സംഘം എന്നാൽ അടുത്തറിയുന്നവർക്ക് അത് അറിയൂ. സംഘത്തിലേക്ക് ഒരു ശാഖ നടത്തുന്ന സ്ഥലത്ത് അത് കാണാൻ വേണ്ടിയിട്ട് ഒരാൾ ഇതെന്നാണ് അറിയാൻ വേണ്ടിയിട്ട് ആ പരിസരത്ത് വന്ന ആൾ ഭാവിയിൽ സംഘത്തിൻ്റെ മുതിർന്ന കാര്യകർത്താവായിട്ട് മാറിയ ചരിത്രമാണ് നമ്മൾക്കുള്ളത്. അപ്പോൾ ഈ സംഘപരിവാറും BJP ആയിട്ടും ഈ ഒരു കാരണവശാലും ഒരു അസ്വസ്ഥ ഉണ്ടാവില്ല. ഞങ്ങളിപ്പം നേരത്തെ നിങ്ങൾ പറഞ്ഞു ഈ ഇലക്ഷനിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തേ 14-ാം വാർഡ് അതും കൂടി എൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ എൻ്റെ വാർഡ് 6-ാം വാർഡാണ്. എൻ്റെ വാർഡിൽ BJP എന്ന് പറയാൻ ഒരു 50 മുതൽ 100 വരെ ആൾ ഒന്നുമില്ല പ്രത്യക്ഷത്തിൽ 10 ആളെ കാണാൻ അത് എൻ്റെ വാർഡിലുണ്ട്. പക്ഷേ എൻ്റെ അടുത്ത വാർഡിൽ അത് കാണുന്നില്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യണം? അവിടെ കയറണം. അവിടെ കയറിയിട്ട് മത്സരിക്കണം. അവിടെ കയറി മത്സരിച്ചാൽ എന്ത് ചെയ്യും? അവിടെ കിട്ടുന്ന വോട്ട് താമരക്കായിരിക്കും. ഞാൻ മത്സരിച്ചാലോ എൻ്റെ സുഹൃത്തുക്കൾ മത്സരിച്ചാലോ എൻ്റെ പാർട്ടിയിൽപ്പെട്ടവർ മത്സരിച്ചാലോ അത് എൻ്റെ പാർട്ടി കിട്ടുന്ന വോട്ടാണ്. ഞാൻ സത്യത്തിൽ എൻ്റെ 6-ാം വാർഡിലല്ല ഇതുവരെ മത്സരിച്ച്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ കാനായി മുക്കൂട മത്സരിച്ച് അവിടെ എനിക്ക് വോട്ട് കിട്ടി. കഴിഞ്ഞതിൻ്റെ അപ്പുറത്തെ പ്രാവശ്യം 5 കൊല്ലം ആ പ്രാവശ്യം ഞാൻ ഇന്ന് കോറോത്തെ 7-ാം വാർഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ മത്സരിച്ചു. ആടെയും BJPക്ക് പറയത്തക്ക വോട്ടൊന്നുമില്ല. പക്ഷെ അന്ന് എനിക്ക് 157 വോട്ട് കിട്ടിയിട്ട് BJP 2-ാം സ്ഥാനത്തെത്തിയ ഒരു ചെറിയൊരു അത്ഭുതം ഉണ്ടായിട്ടുണ്ട്. അത് പയ്യന്നൂർ നഗരസഭയിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ പൊതുപ്രവർത്തനത്തിൽ ഇന്ന് ഞങ്ങൾ മനസ്സിലാക്കിയൊരു വസ്തുതയുണ്ട്. പൊതുപ്രവർത്തനത്തിൽ സ്വീകാര്യത കിട്ടുന്നുണ്ടെങ്കിൽ അവർ അംഗീകരിക്കപ്പെടും. അതിനനുസരിച്ചിട്ട് ഞാൻ ഇന്ന് 14-ാം വാർഡിലേക്ക് മത്സരരംഗത്തേക്ക് വരുന്ന സമയത്ത് അവിടെ നിന്ന് നല്ലൊരു അനുഭവമാണ് കിട്ടുന്നത്. ആ വാർഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഞാൻ കൊക്കോട്ട് പോലുള്ള സ്ഥലത്ത് ഞാൻ ഇറങ്ങിയ സമയത്ത് ഇന്നും ദാരിദ്ര്യമുക്ത കേരളം എന്ന് പറഞ്ഞ സ്ഥലത്ത് അതിദാരിദ്ര്യമുക്ത കേരളം എന്ന് പറഞ്ഞ സമയത്ത് ആടെ ഇന്നും ഒരു പ്ലാസ്റ്റിക് പായി കിടക്കുന്ന അമ്മയുണ്ട്. ഞാനത് കണ്ടിട്ടുണ്ട്. ഞാനത് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്ന് ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നവർ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അവരെല്ലാം അവരെല്ലാം അനുഗ്രഹം എന്നിലുണ്ടാവുമെന്ന പ്രതീക്ഷയോടുകൂടി ചെറുപ്പക്കാരിൽ വന്ന ഒരുപാട് പ്രയാസങ്ങൾ ആ ചെറുപ്പക്കാരായവരിൽ നിന്ന് എന്നോട് പറയുന്നത്, നിങ്ങൾ ബാലകൃഷ്ണ ഇന്നൊക്കെ മത്സരിക്കുക, അവിടെയും കുറേ ആൾക്കാർക്ക് BJPയോട് താല്പര്യമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? പുതിയ കോറോം വില്ലേജ് നാളെ ഞങ്ങൾ കൈവശം വരണമെങ്കിൽ കോറോം വില്ലേജിൻ്റെ മുക്കിലും മൂലയിലും കയറി ഇറങ്ങണം. കഴിഞ്ഞ ദിവസം നമ്മൾ കാനായി 9-ാം വാർഡിൽ വെച്ച ബോർഡ് നഷ്ടപ്പെട്ടു. എൻ്റെ വാർഡിലത്തെ ബോർഡ് നഷ്ടപ്പെട്ടു. 7-ാം വാർഡിലെ ബോർഡ് നഷ്ടപ്പെട്ടു. ഇതെല്ലാം കാലഹരണപ്പെട്ടില്ലേ? ഇതെല്ലാം ഏത് കാലത്താണ് ഉണ്ടായി? നമുക്ക് ചിരി വരും. ഞങ്ങൾ പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു എന്നല്ലാണ്ട് ഞങ്ങൾക്കറിയാം ഇതെല്ലാം കാലഹരണപ്പെട്ടു. ഇന്ന് സ്ഥാനാർത്ഥി ബോർഡ് വെച്ചൊരു വീട്ടിൽ പോയിട്ട് ഭീഷണിപ്പെടുത്തിയെന്ന്. കഴിഞ്ഞ ദിവസം ലോക്കൽ സെക്രട്ടറി പാർട്ടിയിൽപ്പെട്ട ഒരു പ്രവർത്തകനെ ഭീഷണിപ്പെടുത്തിയെന്ന്. നിങ്ങൾ ഇത് പാർട്ടി ഗ്രാമമാണ്. ഞാൻ വളരെ അടിവരായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതൊരു മണ്ണാങ്കട്ടിയല്ല. ഈ കോറോം പാർട്ടി ഗ്രാമമായിരുന്നു. ഇത് ബാലികേറ മലയാണെങ്കിൽ ഞങ്ങൾ ആ മല കയറും. ശബരിമല കൃത്യമായിട്ട് എല്ലാ വർഷവും പോകുന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഈ ബാലികേറ മലയിൽ ഞങ്ങൾ കയറും. ഇവിടെയും നമ്മൾ താമര വിരിയിക്കും. അതിന് ഒരുപാട് കാലമൊന്നും വേണ്ട എന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട്. ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഇപ്പം പിന്നെ കോറോത്ത് ചില വാർഡുകളിൽ, ഞാൻ വാർഡൊന്നും പ്രത്യേകിച്ചിട്ട് പറയുന്നില്ല, ചില വാർഡുകളിൽ കോൺഗ്രസിനേക്കാൾ സംഘബലവും അതുപോലെ തന്നെ പിന്തുണയും ഉള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് BJP വളർന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ താങ്കൾ പറയുന്നത്? അത് ശരിയാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ ബൂത്ത് കമ്മിറ്റിയൊക്കെ എടുത്തിട്ടുണ്ട്. കോറോം വില്ലേജിൽ ശരിക്കും ഞങ്ങളുടെ സ്ഥലം 6-ാം വാർഡിലാണ് BJPനെ കാണൽ. പൊതുവെ ഈ 6-ാം വാർഡിൽ നിന്ന് തൊട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കോറോം മണിയറ വരെ ഞാൻ മണിയറ ഒരു റോഡിൻ്റെ ഉദ്ഘാടന പരിപാടി പോയ സമയത്ത് ഒരു കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരാൾ എന്നോട് പറയുന്നത്, ഇവിടെ ഓരോ വീട്ടിലും ഒരു BJPക്കാരുണ്ട് പറഞ്ഞിട്ട്. അത് കേൾക്കുമ്പോഴുള്ള ആ ഒരു മനസ്സിൻ്റെ സുഖം. ഞാൻ അവിടെയൊക്കെ പോയ സമയത്ത് എൻ്റെ കൈ പിടിക്കുന്ന കുറേ ആളുന്നുണ്ട്. അവർ പറയുന്നുണ്ട് ഞങ്ങൾ BJP ആണ്. BJPയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി 10ഓളം പേര് അങ്ങേ തലക്ക് പോലും തയ്യാറാണ്. ഇന്ന് BMSൻ്റെ ജില്ലാ പ്രസിഡൻറ്റിൻ്റെ സ്ഥലം എവിടെയാണ്? മണിയറയാണ്. മണിയറ ഏറ്റവും ലാസ്റ്റ്.
ആടെ BMSൻ്റെ ജില്ലാ പ്രസിഡന്റ് ആടെ ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ മനസ്സിലാക്കിക്കോ, ഈ കോറോം വില്ലേജ് ഒരു ബാലികേറാ മലയല്ല. നമ്മൾക്ക് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ പ്രദേശത്ത് 3, 4, 5 സ്ഥലങ്ങളിൽ ആൾക്കാരുണ്ട്, വാർഡുകളിൽ ആൾക്കാരുണ്ട്, വാർഡ് കമ്മിറ്റിയുണ്ട്. പക്ഷേ അതൊന്നും പ്രത്യക്ഷത്തിലേക്ക് വരാൻ ചെറിയൊരു സമയം കൂടെ എടുക്കും. കാരണം കമ്മ്യൂണിസ്റ്റ് ഭീഷണി ഇന്നും വന്നുവല്ലോ. ഈ ഭീഷണീനെ ആടിലെ പ്രവർത്തകർക്കൊന്നും ചില സമയത്ത് പെട്ടെന്ന് പ്രതിരോധിക്കാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾക്ക് ഇനി അതൊന്നൊരു പ്രശ്നമില്ല. കാരണം എന്താ പറയുക, ഞങ്ങളൊക്കെ അനുഭവിക്കേണ്ട മാക്സിമം അനുഭവിച്ചു. അതുകൊണ്ട് ഞങ്ങൾ ഈ ഭീഷണി വഴങ്ങാൻ തയ്യാറില്ല. ആ പ്രവർത്തകർക്ക് ഇനി പ്രയാസം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് നേരിടാനുള്ള പ്രാപ്തി ഞങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു ശ്രമത്തിലായി അവർക്ക് ആത്മവിശ്വാസം കൊടുത്തുകൊണ്ട് പയ്യന്നൂർ നഗരസഭയിൽ വരും കാലങ്ങളിൽ ഏറ്റവും മുന്നിലെത്തുന്ന ഒരു പ്രദേശമായി കോറോം വില്ലേജിനെ ഞാൻ നോക്കിക്കാണുന്നുണ്ട്. ശരി. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പൊതുവെ നമ്മൾക്കറിയാം, ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് എതിരെയുള്ള, അത് LDF ആവട്ടെ UDF ആവട്ടെ, അവർക്ക് എതിരെയുള്ള പ്രതിഷേധ വോട്ടുകൾ വന്നു വീഴുക BJPക്കാണ്. BJP മത്സരിക്കുന്നത് താമരയിൽ ആണ്. ഈ താമര പോലുള്ള ചിഹ്നത്തിൽ CPM-ൽ നിന്നും കോൺഗ്രസിൽ നിന്നും മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ആളുകൾ വോട്ട് ചെയ്യുന്നു എന്നത് അത് വലിയൊരു സംഭവമായിട്ട് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട്. അതുകൊണ്ട് അത് ഭരണം ഉണ്ടായത് കൊണ്ട് കേന്ദ്ര ഭരണം ഉണ്ടായത് കൊണ്ടാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. ഏതായാലും BJP തൊട്ടുകൂടാത്തവരാണ് BJP എന്നുള്ള ധാരണ പതിയെ മാറുകയും BJPയെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് കാണാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പരസ്യമായിട്ട് പ്രവർത്തിക്കാൻ പലരും തയ്യാറാവും. നമ്മൾ ടൗൺ വാർഡിലൊക്കെ ദിനേശനൊക്കെ മത്സരിച്ച സമയത്ത് 2ാം സ്ഥാനത്ത് ഏകദേശം 2ാം സ്ഥാനവും തമ്മിൽ ചെറിയ വോട്ടിന്റെ വ്യത്യാസമാണ് ഉണ്ടായത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അല്ലേ? ഉണ്ട്. ദിനേശൻ വലിയ രീതിയിൽ വോട്ട് പിടിച്ചു. ആ വോട്ട് പിടിക്കുന്നത് എന്ന് പറഞ്ഞാൽ ദിനേശൻ്റെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇവിടെ ഒരു ചിഹ്നത്തിലല്ല മത്സരിക്കുന്നത്. അത് മത്സരിക്കുന്നത് താമരയിലാണ്. നിങ്ങളുടെ ഒരു പ്രത്യേകത നിങ്ങൾ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് നിങ്ങളുടെ ചിഹ്നത്തിലാണ്. ആ ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പയ്യന്നൂരിലെ പല കേന്ദ്രങ്ങളിൽ ആളുണ്ടാവുന്നു എന്നത് വലിയൊരു മാറ്റമായിട്ടല്ലേ അതിനെ കാണേണ്ടത്? എന്താണ് പനക്കീലിന് അതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്? തീർച്ചയായും ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചില ട്രോളുകൾ ഞങ്ങളെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ BJPക്ക് സ്ഥാനാർത്ഥിയില്ല. BJP അല്ലേ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥി ഇട്ടിരുന്നേ. കേരളത്തിൽ BJP ആണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥി ഇട്ടുകൊണ്ടിരിക്കുന്നത്. BJP താമര ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. ഈ പയ്യന്നൂർ നഗരസഭയിൽ 27 സ്ഥലത്ത് ഞങ്ങൾ മത്സരിക്കുന്നുണ്ടെങ്കിൽ അത് താമര ചിഹ്നത്തിലാണ്. അപ്പോൾ താമര വിരിഞ്ഞുകൊണ്ടിരിക്കാൻ വേണ്ടിയില്ല ഒരു തീവ്ര ശ്രമം. അപ്പോൾ ജനങ്ങൾ നേരത്തെ നിങ്ങൾ പറഞ്ഞു പ്രധാനമന്ത്രിയുടെ പദ്ധതികളാണ് കുറേയൊക്കെ. 100% പ്രധാനമന്ത്രി എന്നാ സംഭവിക്കുക. പ്രധാനമന്ത്രി ഭാരതത്തിലെ ജനങ്ങൾക്ക് ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും മുന്നിൽ നമ്മൾക്ക് അന്നല്ലേ കഴിക്കേണ്ടത്. പ്രധാനമന്ത്രിയുടെ ഗരീബ് അന്ന ബീമാ യോജനയുമായി ബന്ധപ്പെട്ടിട്ട് തുടങ്ങി 20 കിലോ അരിയാണ് കൊടുക്കുന്നത്. 20 കിലോ അരി BPL ലിസ്റ്റിലേക്ക് കൊടുക്കുന്ന സമയത്ത് അന്നം കിട്ടുന്ന അതല്ലേ ഏറ്റവും പുണ്യം. രണ്ടാമത് എന്ത് ചെയ്യുന്നു, അവർക്ക് പാർപ്പിടം, പ്രധാനമന്ത്രി ആവാസ് യോജന, ഈ പാർപ്പിടം കൊടുക്കുന്ന സമയത്ത് കേരളത്തിൽ കുറച്ച് ചർച്ച വന്നു. ചെറിയ 35% ഇത്രയല്ലേ കിട്ടുന്നില്ലോ. കേന്ദ്ര പദ്ധതികൾ മുഴുവൻ കൊടുക്കാൻ പറ്റുമോ? പദ്ധതി പറഞ്ഞാൽ പൈസ മുഴുവൻ കൊടുക്കാൻ പറ്റുമോ? കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക. ഇവിടെയും വേണ്ടുവോളം എത്തുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾക്കില്ലേ ഒരു പ്രയാസം. അപ്പോൾ കേന്ദ്ര പദ്ധതികൾ എത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് ഒന്ന് പ്രധാനമന്ത്രിയെ ഭാരതത്തിൽ നിന്നല്ല ലോകാരാധ്യനായിട്ടാണ് കാണുന്നത്. അത് പുതുതലമുറക്കെല്ലാം ആവേശമാണ്. ആ ആവേശം ഞങ്ങൾക്ക് ആ ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ലോക്സഭയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാണ് മോദിയുടെ ഗ്യാരണ്ടി. ഇന്ന് പയ്യന്നൂർ ടൗണിൽ ഒരു ഓട്ടോ തൊഴിലാളിക്ക് ഒരു ഓട്ടോറിക്ഷ എടുക്കാൻ സാമ്പത്തികം ഇല്ലെങ്കിൽ അപ്പോഴും പ്രധാനമന്ത്രിയുടെ സ്കീമുമായി ബന്ധപ്പെട്ടിട്ട് PMEG സ്കീമിൽ മേടിക്കാമല്ലോ. 35% സബ്സിഡിയോടുകൂടിയാണ് ലോൺ കൊടുക്കുന്നത്. അതിന് ആരാ ഗ്യാരണ്ടി? മോദിയുടെ ഗ്യാരണ്ടി, പ്രധാനമന്ത്രിയുടെ ഗ്യാരണ്ടി. അപ്പോൾ അത് ജനങ്ങൾ സ്വീകരിക്കില്ലേ? ഇന്ന് തൊഴിലുറപ്പ് കൂലിയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ നഗരസഭയിലെ തൊഴിലുറപ്പ് കൂലി വേണ്ടവണ്ണം കൃത്യമായി കിട്ടുന്നില്ല. അമ്മമാരുടെ പരാതി വരുന്നുണ്ട്. അത് പഞ്ചായത്തിലേക്ക് ഒന്ന് എത്തി നോക്കിക്കേ. പഞ്ചായത്തിൽ തൊഴിലുറപ്പ് കൂലി ഒരു കാരണവശാലും പെൻഡിങ് വരുന്നില്ല. അത് കൃത്യതയോട് കൊടുക്കുന്നത്. അതും ഈ നഗരസഭയും തമ്മിൽ നമുക്ക് വേർതിരിച്ച് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് പണത്തിനോ സാമ്പത്തിക വ്യവസ്ഥയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പണത്തിനൊരു പ്രയാസമില്ല. കേരള സർക്കാർ അതിദാരിദ്ര്യം പറഞ്ഞു പോയെന്ന്. അപ്പോൾ ആർഭാടാണ് കേരള സർക്കാരിലേക്ക് നടക്കുന്നത്. ഈ ആർഭാടം ജനങ്ങൾ തിരിച്ചറിയുന്നില്ലേ?
സത്യവും അസത്യവും തമ്മിൽ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് ഈ തൊഴിലുറപ്പ് നടത്തുന്ന അമ്മമാർക്ക് പണിക്ക് പൈസ കിട്ടാതിരിക്കുമ്പം അത് പ്രതികരണവും പ്രതിഷേധം ഉണ്ടാവില്ലേ? ആ പ്രതിഷേധമെല്ലാം എന്താവും? ഭാവിയിൽ ഭാരതീയ ജനതാ പാർട്ടീൻ്റെ ഇതിലേക്ക് അവർ അമ്മമാർ ഞങ്ങളെ സമീപിക്കുന്നുണ്ട്. ഇന്ന് 70 വയസ്സിന് മുകളിലുള്ള ഭാരതത്തിലെ മുഴുവൻ ആൾക്കാർക്കും ചികിത്സാ സൗജന്യം. ആ ചികിത്സാ സൗജന്യം നമ്മളെ കേരള സർക്കാർ മര്യാദയ്ക്ക് തരുന്നില്ല, എടുക്കുന്നില്ല. പക്ഷേ ഭാരതത്തിൽ എല്ലാവർക്കും കൊടുക്കേണ്ട ഒരു പദ്ധതി നമ്മൾ ഇടി കൊടുക്കണ്ടേ? അതില്ലല്ലോ. അപ്പോൾ അതില്ലാതിരിക്കുന്നതാണ് ഒരു പ്രയാസം. അതൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് അത് ജനങ്ങളിലേക്ക് സംവദിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കും. ഈ നാട്ടിലത്തെ മുഴുവൻ ആൾക്കാർ 70 വയസ്സിലെ മുഴുവൻ ആൾക്കാർക്കും അത് കിട്ടണം. അങ്ങനെ ഒരുപാട് പദ്ധതികളുണ്ട്. അതൊക്കെ കിട്ടത്തക്ക രീതിയിലുള്ള പ്രവർത്തനം നമ്മൾ കാഴ്ചവെക്കാനാണ് ഞങ്ങൾ അടിത്തറയിലേക്ക് താഴെത്തട്ടേക്ക് ഇറങ്ങാനാണ് BJP. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ വേണ്ടുന്ന രീതിയിൽ പിന്നെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നില്ല എന്നുള്ള പരാതിയുണ്ടോ താങ്കൾക്ക്? കേന്ദ്രാവിഷ്കൃത പദ്ധതി പരാതിയുണ്ട്. പക്ഷെ ആ പരാതിയിൽ എങ്ങനെയാണ് ഇല്ലെന്ന് വെച്ചാൽ ഇതിൻ്റെ പേര് മാറിക്കൊണ്ട് പ്രധാനമന്ത്രി ആവാസ് യോജന ലൈഫ്, ആയുഷ്മാൻ ഭാരത് കാരുണ്യ, ഇതെല്ലാം BPL ലിസ്റ്റിലേക്ക് കുറച്ച് വർഷം മുന്നേ തന്നെ BPL സാധാരണ ജനങ്ങൾക്ക് 5 ലക്ഷം രൂപ സൗജന്യ ചികിത്സ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും വീണ്ടും കൊടുത്തില്ല. അവസാനം കേന്ദ്ര ഗവൺമെൻറ് പോസ്റ്റ് ഓഫീസ് മുഖാന്തരമാണ് ഈ വീട്ടിലേക്ക് കത്തയച്ചത്. അങ്ങനെയില്ല. അവർക്ക് ഇവിടെ എന്താക്കി കാരുണ്യ എന്ന രീതിയിലേക്ക് മാറ്റം വരുന്നു. ഏത് സ്കീമും ഇപ്പം നമ്മൾ തൊട്ടടുത്ത് ഈ പയ്യന്നൂർ അമ്പലത്തിലെ കുളം നിങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അപ്പം അതൊക്കെ നമ്മുടെ MLA ചിലപ്പോൾ ചോദിച്ചിട്ടാവും. പക്ഷെ അത് MLAൻ്റെ ആസ്തി വികസന ഫണ്ട് എന്ന രീതിയിൽ വരുന്നത് തെറ്റല്ലേ? അത് ഏതിലാണോ ഉൾക്കൊള്ളുന്നത് അത് അതുപോലെ തന്നെ ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ വന്നാലേ ഈ പേര് മാറ്റി വകം മാറി ചിലവാക്കുന്ന പറഞ്ഞ അവസ്ഥ മാറണം. അത് പ്രധാനമന്ത്രി, നമ്മളെല്ലാം പ്രധാനമന്ത്രിയാണല്ലോ, എന്തുകൊണ്ട് ഈ പേരും വാലും ഇതിൽ മാറ്റുന്നത്? അതിൻ്റെ ആവശ്യമില്ല. മുഖ്യമന്ത്രി നമ്മൾ മുഖ്യമന്ത്രിയല്ലേ, ഞങ്ങൾ അങ്ങനെ കണക്കൂട്ടുന്നില്ല. MLA ഞങ്ങൾ MLA അല്ലേ, അതുപോലെ ഞങ്ങളതാണത് എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ഞങ്ങളതാണ് എന്ന് ചിന്തിക്കേണ്ട അങ്ങനെ ആ ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ പോകണം. നമ്മൾക്ക് ഈ പ്രധാനമന്ത്രിൻ്റെ വേറിട്ട് കാണാനോ മുഖ്യമന്ത്രിൻ്റെ വേറിട്ട് കാണാനോ ഇല്ല അവസ്ഥ ഉണ്ടായിക്കൂടാ. ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങളിപ്പോൾ ഇത് പറയുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ പദ്ധതിയല്ല, അത് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണ്. അത് പ്രധാനമന്ത്രിയുടെ പദ്ധതി. പ്രധാനമന്ത്രി പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും പ്രധാനമന്ത്രിയാണ്. മുഖ്യമന്ത്രി പറഞ്ഞാൽ നമ്മുടെ എല്ലാവരും മുഖ്യമന്ത്രി. അതിലൊന്നും ഒരു തർക്കമില്ല. അതാണ് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയുടെ പ്രത്യേകത എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം തന്നെ കേരളം പ്രതിസന്ധിയിലാവുന്ന ഘട്ടങ്ങളിലൊന്നും തന്നെ കേന്ദ്ര ഗവൺമെൻറ് വയനാട് ദുരന്തം അതുപോലെ തന്നെ മറ്റുള്ള വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് ശത്രുതാപരമായ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളൊരു പരാതിയൊക്കെ വളരെ ശക്തമായ രീതിയിൽ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കന്മാരും മുന്നോട്ട് വെക്കുന്നുണ്ട്. അത്തരം ചോദ്യങ്ങളോട് ഒരു ഉത്തരം അത് കോഴിക്കോടിൻ്റെ ഒരു മേഖലാ സെക്രട്ടറി എന്നുള്ള രീതിയിൽ വരുന്ന സ്ഥാനത്ത് നിൽക്കുന്ന താങ്കളോട് അങ്ങനത്തെ ഒരു ചോദ്യം ചോദിച്ചാൽ എന്താണ് ഉത്തരവായിട്ട് പറയാം? ഇപ്പം കുറച്ച് കാലത്ത് അത് കേൾക്കുന്നുണ്ടോ? ഇപ്പം കുറച്ച് കാലമായിട്ട് അത് കേൾക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അത് പൊന്തി വരേണ്ടത് ഇലക്ഷൻ്റെ സമയത്തല്ലേ. ഇപ്പം മാധ്യമ പ്രവർത്തനം നിങ്ങളുടെ ദൃഷ്ടിയിലും അങ്ങനെ ഉണ്ടോ എന്നുണ്ട് നിങ്ങൾക്ക് പറയാം. ഇപ്പം കുറച്ച് കാലമായിട്ട് അത് കേൾക്കുന്നില്ല. ഈ പയ്യന്നൂരിലെ പൊതുവേദികളിലൊക്കെ ഞാൻ മിക്ക വേദികളിലും പോകുന്ന സമയത്ത് ആ വേദികളിലൊക്കെ മന്ത്രിയുടെ പരിപാടിയായാലും MLAയുടെ പരിപാടിയായാലും അവർ പറയും കേന്ദ്രം ഒന്നും തരുന്നില്ല എന്നാ പറയണ്ടേ. അപ്പോൾ അത് ഞങ്ങളും ചിന്തിക്കുന്നത് ഇവർ തരുന്നില്ല എന്ന് പറയുന്നത്. ആ സമയത്താണ് കേന്ദ്രമന്ത്രി വന്ദേ ഭാരതിൽ കേരളത്തിൽ വന്നിറങ്ങിയിട്ട് നിർമ്മലാ സീതാരാമൻ പറഞ്ഞു കേരളത്തിന് കൊടുക്കേണ്ട കാര്യങ്ങളിലും ഒക്കെ അത് കൃത്യം പോലെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കണക്കും കാര്യങ്ങളും കൃത്യമായ രീതിയിൽ തരുന്നില്ല. അത് കേരളത്തിൽ വന്നിട്ടാണ് പറയുന്നത്, അത് ഡൽഹിയിൽ ഇരുന്നിട്ട് പറയുന്നതല്ല. അപ്പോൾ കേരളത്തിൽ വന്നിരുന്ന് പറയുന്ന സമയത്ത് അത് ചെവിക്കൊള്ളണ്ടേ? അത് ഞങ്ങൾക്കും ഒരാവേശമല്ലേ? ഇങ്ങനെ പറയും ഞങ്ങൾക്ക് വിഷമമുണ്ട്. കേരളത്തിലെ ഇടതും വലതും ഇങ്ങനെ പറയുന്ന സമയത്ത് അത് ശരിയാണോ എന്നൊരു ചിന്ത നമ്മൾ മനസ്സിൽ വരുമ്പോൾ അതിന് കൃത്യമായ മറുപടിയായിരുന്നു നിർമ്മലാ സീതാരാമൻ പറഞ്ഞത്. പിന്നെ വയനാട് ദുരന്തത്തിലൊക്കെ നമ്മൾ അവസാനം ഒരു 75,000 രൂപയാണ് ഒരു കക്കൂസിൻ്റെ എല്ലാം കുഴിയെടുക്കാനും നമ്മൾ കണക്ക് നമ്മൾ മുന്നിൽ വന്നിട്ടുണ്ട്. ആ കണക്ക് വരുന്ന സമയത്ത് 75,000 രൂപ അതെല്ലാം സൗജന്യമായിരുന്നു. അപ്പോൾ കണക്കും കാര്യങ്ങളും സുതാര്യമാവണം. മേണിക്കാനുള്ള പ്രാപ്തി നേടിയെടുക്കണം.
അല്ലാണ്ട് കുറ്റവും കുറവും പറഞ്ഞ് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ലാന്ന് എന്നെ സംബന്ധിച്ചോളം പറയാനുള്ളത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ BJPയുടെ പിന്നെ മൊത്തത്തിലുള്ള ഒരു പ്രവർത്തനം കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിപ്പം നഗരസഭയിൽ പിന്നെ വളരെ ശക്തമായ രീതിയിലുള്ള പിന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നു. പിന്നെ നിങ്ങൾ പിന്നെ പ്രധാനമായിട്ട് നിങ്ങൾ ചില കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ നിങ്ങളത് ആ വാർഡ് പിടിച്ചെടുക്കുന്നതിന് ആവശ്യമായ ഒരു ഇതുണ്ട്. നിങ്ങൾക്ക് പിന്നെ CPM-ൽ നിന്നും ഉള്ള വോട്ട്, അതുപോലെ തന്നെ ഞാൻ ചോദിക്കുന്ന വെച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒക്കെ പല ബൂത്തുകളിലും വാർഡ് എന്ന് പറയാൻ പറ്റില്ല, ബൂത്തുകളിലും BJPക്ക് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത വോട്ട് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഉണ്ട്. അത് നിങ്ങൾക്ക് പിന്നെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളോടുള്ള പ്രതിഷേധത്തിന്റെ വോട്ടായിട്ടാണ് അത് മാറിയിട്ടുള്ളത് എന്നുള്ള വിലയിരുത്തലും BJPയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. അത് പിന്നെ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ മോദിയോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് അത് മറ്റുള്ള തെരഞ്ഞെടുപ്പിൽ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവില്ല എന്ന് ഉള്ള രീതിയിലുള്ള ഒരു ചർച്ചയും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇതിനെങ്ങനെയാണ് പനക്കയിൽ നോക്കിക്കാണുന്നത്? മോദിയോടുള്ള ഇഷ്ടം എന്ന് പറയുന്നത് ഒരു പരിധിവരെ ശരിയായിരിക്കാം. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി പയ്യന്നൂർ നഗരസഭയിലെ പാർട്ടി സംവിധാനം, ആ സംവിധാനം ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ടില്ലേ നമ്മൾ കാണുന്നതുകൊണ്ടായിരിക്കൂലേ. നമ്മൾ ആ രംഗത്തേക്ക് കാണുന്നില്ലെങ്കിൽ വോട്ട് ചെയ്യാൻ മടി കാണിക്കൂലേ. അപ്പോൾ ആ ചിഹ്നത്തിൽ മത്സരിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും ആ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനും പയ്യന്നൂർ ആളുണ്ട് എന്ന് തോന്നിയാലേ വോട്ട് ചെയ്യൂ. ഇന്ന് ചില വാർഡുകളിൽ ബൂത്തിലൊന്നും ഇരിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ നമ്മൾ ബൂത്തിൽ വൈകുന്നേരം വരെ ഇരുന്നാൽ സാധാരണ കിട്ടുന്നതിനേക്കാൾ വോട്ട് ആദ്യം വരും. കാരണം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, കമ്മ്യൂണിസ്റ്റ് ഭൂരിപക്ഷ മേഖലയിൽ ബോർഡുകൾ കൊണ്ടുപോകാൻ തുടങ്ങി, ഭീഷണി തുടങ്ങി. കരിവള്ളൂർ പോലെ, ഞാൻ തൊട്ടടുത്ത് എൻ്റെ ഇൻചാർജ് കരിവള്ളൂർ ക്ലസ്റ്ററിനാണ് കുറച്ചു കാലം മുന്നേ എൻ്റെ ഇൻചാർജ്. ആ കരിവള്ളൂർ ക്ലസ്റ്ററിൽ ഞങ്ങൾ നടന്നു നോക്കുന്ന സമയത്ത് കഴിഞ്ഞ ലോക്സഭയിൽ കൂക്കാനം എന്നൊരു ബൂത്തിൽ ഭാരതീയ ജനതാ പാർട്ടി 2ാം സ്ഥാനത്തേക്ക് വന്നു. അവിടെ BJP പ്രവർത്തന പൊടിയിട്ടാലും ചിലപ്പോൾ കാണൂല. അപ്പോൾ കരിവള്ളൂർ പോലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പ്രവർത്തകർ അനുഭവിക്കുന്ന വിഷമം, ഭീഷണി, ഇവരെന്തില്ല എന്ന് പറഞ്ഞാലും ഈ പഞ്ചായത്ത് ഈ തെരഞ്ഞെടുപ്പിൽ കരിവള്ളൂർ കൂക്കാനം വാർഡിൽ നമ്മൾ പിന്താങ്ങിയ ഒരു പെണ്ണ്, നമ്മൾ ഒരു സ്ത്രീയെ ഭീഷണിപ്പെടുത്തിയെന്ന് 10, 20, 30ഓളം പേര് വീട്ടിൽ പോയിട്ട് ഭീഷണിപ്പെടുത്തിയെന്ന്. ഞാൻ അവരോട് സംസാരിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടോ ചോദിച്ചു. അവർ കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ നിന്ന് വന്നതാണ്, കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ നിന്ന് വന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ ഭീഷണിപ്പെടുന്നത്. പഠിക്കണം, അവർക്ക് എന്ത് ഭീഷണി വന്ന്. ഇനിയിപ്പോൾ അവർ പറയുന്നത് അവർ ഇലക്ഷൻ കഴിഞ്ഞിട്ട് കാണിച്ചതാണ്. ഇതെല്ലാം നമ്മൾ കുറേ കണ്ടാണ്. പക്ഷെ അവിടെയുള്ള പ്രവർത്തകർ ഈ പയ്യന്നൂരും കരിവള്ളൂരും പ്രവർത്തിക്കുമ്പം ഒന്നും മോഹിച്ചിട്ടില്ല. ഒരേ ഒരു മോഹം, സമാജത്തിൻ്റെ നല്ല വളർച്ച, സമാജ സേവനം. അങ്ങനെയാണ് നാട് നിന്നു വളരുന്നത്. ഏത് സമയത്ത് വിളിച്ചാലും 10, 20 ആൾ ചാടി എത്താൻ പറ്റുന്ന പ്രാപ്തി കരിവള്ളൂരുണ്ട്. കഴിഞ്ഞ ദിവസം ജില്ലാ പഞ്ചായത്തിൻ്റെ പരിപാടി ഉദ്ഘാടനം ചെയ്ത് ഓണക്കുന്നിലാണ്. അപ്പോൾ ആൾക്ക് ക്ഷാമൊന്നുമില്ല. കരിവള്ളൂരും ഇപ്രാവശ്യം ഞങ്ങൾ ഒരു വാർഡ് പിടിക്കും. അത് വളരെ സൈലൻ്റായിട്ടാണ്. കാരണം ജഗപുകയായിട്ടൊന്നും ഞങ്ങൾക്ക് പിടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ വളരെ സൈലൻ്റായിട്ട് കരിവള്ളൂരും ഞങ്ങൾ താമര വിരിക്കും. കരിവള്ളൂരിൽ നിന്ന് ചില വേദികളിലൊന്നും ഞങ്ങളൊന്നും അടുപ്പിക്കുകയില്ല. പാർട്ടീനെ പഴയ സീനിയറായ ചില ആൾക്കാരാ ചില വേദികൾ വിളിക്കുമായിരിക്കും. പക്ഷേ യൂത്തിനെ വിളിക്കുന്നില്ല. ഞങ്ങൾ കുറേ നിരീക്ഷിച്ചു. അത് വേണമെങ്കിൽ വിളിച്ചോട്ട്, ഞങ്ങൾ പൊതുരംഗത്ത് സജീവവും. വിളിക്കാൻ്റെ സാഹചര്യം ഞങ്ങൾ സൃഷ്ടിക്കും. കരിവള്ളൂർ ബാലികാറാമലയല്ല, അവിടെയുള്ള ഒരുപാട് ആൾക്കാർ ഇന്ന് ഞങ്ങളെ സമീപിക്കുന്നുണ്ട്. അവർക്ക് പ്രധാനമന്ത്രി പിണറായിയുടെ ദോഷം പറയാൻ ഞങ്ങൾ തയ്യാറില്ല. ഞങ്ങൾക്ക് ഞങ്ങളെ കേന്ദ്ര പദ്ധതിയുമായി കേന്ദ്ര സർക്കാരിൻ്റെ ഗുണങ്ങൾ അവരിലേക്ക് എത്തിക്കുക. ആരും ദോഷം പറയാനോ ഒരു പ്രസ്ഥാനത്തിൻ്റെ ശത്രുക്കളാവാനോ അങ്ങനെയൊന്നും ഞങ്ങൾ തയ്യാറില്ല. രാഷ്ട്രീയപരമായി എതിരഭിപ്രായം ഉണ്ടാകുന്നല്ലാണ്ട് ഞങ്ങളെല്ലാവരെയും സ്നേഹിച്ചു പോകുന്ന ഒരു പ്രസ്ഥാനമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ഇന്ന് അവരൊരു മറു പ്രസ്ഥാനത്തിലല്ലെങ്കിൽ നാളെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് അണിചേരേണ്ടവരാണ് അവർ എന്ന ഉത്തമ ബോധ്യത്തോടു കൂടിയുള്ള ചില കരുനീക്കങ്ങളാണ് ഞങ്ങളെ ഭാഗത്ത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പം പിന്നെ നമ്മുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും വരുന്ന ആളുകൾക്ക് ഞാൻ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചതിൽ ഒരു വ്യക്തത, ഉത്തരത്തിലൊരു വ്യക്തത ഉണ്ടായിരുന്നില്ല. ഇപ്പം പല രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും ഇവിടത്തേക്ക് വന്നു. ഇപ്പം നമ്മുടെ പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു BJPയുടെ നിങ്ങൾ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ശ്രീധരൻ വക്കീൽ BJPയിൽ ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു, അടിയുറച്ച കോൺഗ്രസ്സുകാരനാണ്. ഇപ്പോൾ BJPയിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾ പിന്നെ ഉള്ള ആളുകൾക്ക് അതുപോലെ തന്നെ മറ്റു പാർട്ടികളിൽ നിന്ന് വരുന്നവർക്ക് നിങ്ങൾ വലിയ രീതിയിലുള്ള പിന്നെ സ്ഥാനമാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഈ പിന്നെ സംഘപരിവാരത്തിൻ്റെ ഇടക്ക് ചില അലോസരങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? എന്താണ് അതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്? ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ കോഴിക്കോട് മേഖലാ സെക്രട്ടറി ഞാൻ. എന്നേക്കാൾ
എനിക്ക് അങ്ങനെ നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ, എനിക്ക് വലിയ കഴിവ്, പക്ഷേ കഴിവില്ലവരാരും മുന്നോട്ട് വന്നാലും അവർ മേഖല പ്രസിഡൻ്റാവും. അത് ഇന്ന് വന്നാലാവും. കാരണം എന്നറിയാം, നരേന്ദ്രമോദി ഉറ്റുനോക്കുന്നത് കഴിവില്ലവരെ കൊത്തിയെടുക്കുക, അത് രാഷ്ട്ര സേവനത്തിൽ ഉപയോഗിക്കുക. അത് നിങ്ങളെല്ലാം ശ്രദ്ധപ്പെട്ടിട്ടുണ്ടാവുമല്ലോ കേരള രാഷ്ട്രീയത്തിലെ, ഇന്ത്യൻ രാഷ്ട്രീയത്തെ കുറിച്ച് നോക്കുന്ന സമയത്ത്. അപ്പോൾ ഈ പയ്യന്നൂരിൽ ഇപ്പം കെ സീതാരാമൻ കോൺഗ്രസ് വന്നു, മാന്യമായ രീതിയിലുള്ള പരിഗണനയല്ലേ കിട്ടിയത്, സ്ഥാനാർത്ഥിയായില്ലേ. ഇന്ന് അദ്ദേഹം സംസ്ഥാന സമിതി അംഗമാണ്. കഴിഞ്ഞ ദിവസം പെരിയാരം പഞ്ചായത്തിലാണ് അയാൾ ചുമതല പ്രവർത്തനത്തിൽ പോയി. അപ്പോൾ ഈ വരുന്നവരെന്നും തഴയപ്പെടുന്ന അവസ്ഥയല്ല, എല്ലാവർക്കും നല്ല രീതിയിലെ പരിഗണന. കാരണം BJP പയ്യന്നൂർ കഴിഞ്ഞ ലോക്സഭയിലെ വോട്ടിങ് ഒരു 18,400 ചില വോട്ടാണ് കിട്ടിയത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരായവരും കോൺഗ്രസ്സുകാരായ ബാക്കിയുള്ളവരും ഇതിലേക്ക് വന്നാലേ ഞങ്ങൾക്ക് പയ്യന്നൂർ നഗരസഭ പിടിച്ചെടുക്കാൻ പറ്റൂ. പയ്യന്നൂർ ഏറ്റവും എളുപ്പത്തിൽ MLA കിട്ടാൻ പറ്റിയൊരു സ്ഥലം പയ്യന്നൂരാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കേരള രാഷ്ട്രീയത്തിലെ സാഹചര്യം ഗതി മാറുന്നതിനനുസരിച്ച് പയ്യന്നൂർ രാഷ്ട്രീയത്തിൽ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടായിട്ടുള്ള വിഭാഗീയത അത് ഞങ്ങൾ ഉറ്റുനോക്കുന്നുണ്ട്. അതെല്ലാം ദൂരത്തുനിന്ന് ആ കാര്യങ്ങൾ പഠിച്ച് അതിനനുസരിച്ചുള്ള നീക്കങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എളുപ്പത്തിൽ പയ്യന്നൂർ രാഷ്ട്രീയത്തിൽ ഭാരതീയ ജനതാ പാർട്ടി വളരാൻ ഒരുപാട് സമയം വേണ്ട എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നത്രേ. പക്ഷേ ഇപ്പം നിങ്ങളെല്ലാ പൊതുവെ ദൃഷ്ടിയിൽ ആളേശം കുറഞ്ഞൊരു പ്രസ്ഥാനമായിട്ട് കാണും. അതൊരു ചെറിയ ചേഞ്ചിന് വെയിറ്റ് ചെയ്യുന്ന ഞങ്ങൾ. വോട്ടിങ്ങിൽ നിങ്ങളിപ്പോൾ സംഘടനാപരമായിട്ട് നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തും ബൂത്ത് കമ്മിറ്റിയോ അതുപോലെ തന്നെ പ്രവർത്തകരോ ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തും വോട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ നിങ്ങളെ ആ രീതിയിൽ കാണുന്നത് അത് പ്രതിഷേധ വോട്ടാണോ മറ്റു പാർട്ടികളുടെ പ്രതിഷേധ വോട്ടാണോ അല്ലയോ എന്നതൊന്നും അറിയില്ല. ഏതായാലും താമരയിൽ വോട്ട് വീകുന്നുണ്ട് എന്നത് കാണാതിരിക്കാൻ വേണ്ടി കഴിയില്ല. CPM-ലെ വിഭാഗീയത പ്രവർത്തനങ്ങൾ നിങ്ങൾ ഉണ്ടായിരുന്നു എന്നും അത് സെറ്റിൽ ചെയ്തു എന്നും ഒക്കെ അവർ പറയുന്നുണ്ട്. അത്തരം വിഭാഗീയത പിന്നെ ഭാഗമായിട്ട് നമ്മുടെ സാധാരണക്കാരായ പാർട്ടി അണികൾക്ക് ഉണ്ടായിട്ടുള്ള ചില പ്രയാസങ്ങൾ പിന്നെ BJPക്ക് വോട്ടായിട്ട് മാറും എന്ന് BJP ചിന്തിക്കുന്നുണ്ടോ? തീർച്ചയായും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വിഭാഗീയത വരുമ്പം സാധാരണക്കാർക്ക് വളരെയധികം പ്രയാസങ്ങളുണ്ടാവും. കഴിഞ്ഞ കുറച്ചു കാലം മുന്നേ ധനരാജൻ്റെ രക്തസാക്ഷി ഫണ്ട് വിവാദം പയ്യന്നൂരുണ്ടായിട്ടുണ്ട്. ആ വിവാദവും അതോടൊപ്പം തന്നെ ഈ പാർട്ടി ഓഫീസിൻ്റെ ഫണ്ട് വിവാദം, ഇതൊക്കെ ഞങ്ങളൊന്നും പറയുന്നില്ല, ഞങ്ങൾക്ക് അതിലിടേണ്ട ആവശ്യമില്ല. പക്ഷെ അത് കണ്ടുപിടിച്ചത് ഏരിയ സെക്രട്ടറിയാണ്. ഏരിയ സെക്രട്ടറി ഇന്ന് എവിടെ ഇരിക്കുന്നു? നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ആ ഏരിയ സെക്രട്ടറി ഇരിക്കുന്ന കസേരയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. അത് ഇന്ന് അവർ പറയും ഞങ്ങളിൽ തീർത്തോട്ടെ, അവർ രാഷ്ട്രീയ പ്രസ്ഥാനം അവർ പ്രവർത്തനം തീർക്കുക എന്ത് വേണം ചെയ്തോട്ടെ. പക്ഷെ അതൊരു കനലായി പയ്യന്നൂരുണ്ട്. ആ കനൽ കഴിഞ്ഞ കുറച്ച് കാലം മുന്നേ പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ വെച്ചിട്ടൊരു പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ആൾക്കാർ. അത് അടിച്ചു ഒതുക്കിയിട്ടുണ്ട്, ഞങ്ങൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് ഇന്ന് കാരയിൽ നടക്കുന്ന ആരാണ് സ്ഥാനാർത്ഥി? ഞങ്ങളൊന്നും പറയാനില്ലല്ലോ. ഞങ്ങൾ അതിൽ നിന്ന് മുതലെടുക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. ഞങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി. ഇവിടെ ഒന്ന് അമർന്നിരുന്നാൽ ഞങ്ങളെടുക്കുക, ആളെത്തിക്കൊണ്ടിരിക്കും. വിഭാഗീയത ഇല്ല എന്ന് പറയുന്നവർ ഏതൊരു പ്രസ്ഥാനവും ഉണ്ട് എന്ന് ആരോടും പറയുകയില്ല. പക്ഷേ ഞങ്ങൾക്ക് പ്രഥമ ദൃഷ്ടിയാലെ കാണാൻ പറ്റുന്നൊരവസ്ഥയായിരുന്നു പയ്യന്നൂരിലെ വിഭാഗീയത. ആ വിഭാഗീയതൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കാര്യത്തിലെ സ്ഥാനാർത്ഥി പറയുന്നത് വാള് വീശിയെന്ന്. എന്തൊരു സങ്കടമുണ്ട് നോക്കിയേ. ആ വാള് ഞങ്ങളെ മേത്തെ കൂടെ വീശുന്നതാണ് കുറച്ചു കാലം മുന്നേ. ഞങ്ങൾ ആ വാള് വീശുമ്പോൾ ഒഴിഞ്ഞു മാറാൻ പഠിച്ചു, ഞങ്ങൾ പ്രതിരോധിക്കാൻ പഠിച്ചു. ഞങ്ങൾ ആക്രമണത്തിൻ്റെ പാതയിലല്ല, ഞങ്ങൾ സമാധാനത്തിൻ്റെ പാതയിലാണ്. ഞങ്ങൾക്ക് ഒരേ ഒരു ലക്ഷ്യം, വികസിത ഭാരതം, വികസിത കേരളം, വികസിത കണ്ണൂർ, വികസിത പയ്യന്നൂർ, വികസിത 14-ാം വാർഡ്. ഒരൊറ്റ ലക്ഷ്യം, മാറാത്തത് ഇനി മാറും. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഇതൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. അവരെ വിഭാഗീയത ഒന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല. ജനങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. പിന്നെ നിങ്ങളുടെ ഒരു പ്രചരണ രീതി, ഈ ബോർഡ് ഇപ്പോഴത്തെ കാലത്തൊക്കെ ഈ ബോർഡ് എടുക്കൽ, ഈ ബോർഡിനൊന്നും വലിയ പ്രസക്തിയില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എന്ന് പറഞ്ഞാൽ ഒരു വാർഡിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഒരു 1000-1400 വോട്ടാണ് ഉണ്ടാവും, അല്ലേ? ഏകദേശം 400 വരെയുള്ള വോട്ടാണ്. ആ വോട്ടിലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരു വാർഡിലെ ആൾക്ക് എന്ന് പറഞ്ഞാൽ വീടുകൾ കയറിയിട്ട്, ഇപ്പൊ താങ്കൾ വീടുകളിൽ എത്ര പ്രാവശ്യം കയറി? എനിക്കൊന്നും അങ്ങനെ വേണ്ടുവോളാവൂല. ഒരു പ്രാവശ്യം മേലെ നിനക്ക് വേണ്ടുവോളാവൂല. പക്ഷേ ആ ഒരു പ്രാവശ്യം പോയാൽ മതി. അതും വേണ്ട ശരിക്കും. പക്ഷെ പോണം എന്തിനറിയാം, ബാക്കിയുള്ളൊരു 3-4 പ്രാവശ്യം പോകുമ്പം ഞങ്ങളെ കണ്ടില്ലെങ്കിൽ ചിലവർ പറയും നിന്നെ കണ്ടില്ലല്ലോ എന്ന് പറയുന്നത് കൊണ്ട് മാത്രമാണ് വീട് കയറുന്നത്. സത്യത്തിൽ ഈ കാലഘട്ടം സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്. ഈ ബോർഡ് വെക്കുന്നത് BJPയുടെ സ്ഥാനാർത്ഥിയുടെ ബോർഡ് വെക്കുന്നത് ഒരു 10 ബോർഡ്, 5 ബോർഡ്, 2 ബോർഡ് ഇങ്ങനെ വെക്കുന്നത്. ഇത് എന്തിനാ വെക്കുന്ന കൂടെ ഞങ്ങൾ പറയാം.
രാഷ്ട്രീയ എതിരാളികൾ 100 കണക്കിന് ബോർഡ് വെക്കുന്ന സമയത്ത് ഞങ്ങൾ ബോർഡ് വേടി കണ്ടിട്ടെങ്കിൽ ഇവർക്ക് പ്രയാസം ഉണ്ടാവുമോ? ജനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇത് വരുന്ന സമയത്ത് പത്രക്കാരിലും പറയും നിങ്ങളുടെ പ്രചരണം വളരെ മോശമാണല്ലോ. അപ്പോൾ അത് വെച്ച് കാച്ചും. പ്രചരണ രംഗത്ത് BJP പയ്യന്നൂരില്ല. അതുകൊണ്ട് അത് വെച്ച് കാച്ചാൽ ഈ നമ്മളെ സാധാരണക്കാരനായ ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ ചെറിയൊരു BJP ഇല്ലേ, ചിത്രത്തിലില്ല എന്നില്ല ആയിക്കൂടാ. പക്ഷെ ഞങ്ങൾ ഇന്ന് പറയുന്നത് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഈ ബോർഡൊന്നും വേണ്ടാന്നില്ല അഭിപ്രായക്കാരാണ്. അതിൻ്റെ ആവശ്യമില്ല. അതിൽ കാലഹരണപ്പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ പറഞ്ഞാൽ ഇപ്പം താങ്കൾ എല്ലാ വാർഡിലും പിന്നെ ഒരു സ്ഥലത്ത് മാത്രം താങ്കൾക്ക് ഒതുങ്ങി നിന്ന് പ്രവർത്തിക്കാൻ കഴിയില്ല. ഇപ്പം താങ്കൾ എല്ലാ വാർഡിലും പോകുന്നുണ്ടാവും. അതുപോലെ തന്നെ താങ്കൾ ചുമതലയുള്ള പഞ്ചായത്തുകളിലൊക്കെ പോകുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ താങ്കളുടെ വാർഡിലുള്ള വോട്ട് കൃത്യമായിട്ട് മറ്റു പാർട്ടികൾ പോകുന്നത് പോലെ പോയിട്ട് ചോദിക്കാൻ വേണ്ടി പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അത് താങ്കളുടെ വാർഡിന്റെ വിജയപ്രതീക്ഷ എങ്ങനെയാണ് താങ്കൾ അതിനെ കാണുന്നത്? താങ്കളുടെ വാർഡിന്റെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രഖ്യാപനം വന്നതിന് ശേഷം ഞാനൊരു കളിയുമായി ബന്ധപ്പെട്ട് എൻ്റെ കാലിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. വീണ് പറ്റു. അപ്പോൾ മസിൽ പെയിൻ വന്നു, മസിൽ പിടിച്ചു. അപ്പോൾ ഡോക്ടർ 3 ആഴ്ചത്തെ വിശ്രമം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ 3 ആഴ്ചത്തെ വിശ്രമത്തിൽ ഈ ഇലക്ഷൻ കഴിയും. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞത് എനിക്ക് ചെറുങ്ങനെ നടക്കാനുള്ള സംവിധാനമാണെന്നാണ്. ഞാനിപ്പോൾ ചെറുങ്ങനെ നടക്കാനുള്ള സംവിധാനം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ വാർഡിലത്തെ ചെറുപ്പക്കാരായോടും പറഞ്ഞത് ഞാൻ എല്ലായിടേക്കും എത്തും. പക്ഷേ ഇപ്പം ഇന്ന സമയത്ത് എത്തുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം 1 നടക്കാൻ ചെറിയൊരു പ്രയാസം, 2 നിങ്ങൾ ഈ പറഞ്ഞ പോലെ പയ്യന്നൂരിൻ്റെ വിവിധ സ്ഥലത്ത് ചില സമയത്ത് പാർട്ടി ചില ദൂര സ്ഥലത്തേക്ക് ചില പരിപാടിക്കെല്ലാം വിളിക്കുന്ന സമയത്ത് അവിടെ എല്ലാം എത്തിച്ചെല്ലുന്നതുകൊണ്ട് വേണ്ടുവോളായില്ലെങ്കിലും ഞാൻ ഇവരെല്ലാവരുമായിട്ട് ആശയവിനിമയം നടത്തുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ ആശയവിനിമയം നടന്നുണ്ട്. ചെറുപ്പക്കാരായവർക്കൊന്നും ഒരു പ്രശ്നമില്ല. അവരൊക്കെ പറയുന്നുണ്ട് കഴിയുന്നതിനനുസരിച്ച് വന്നാൽ മതി പറഞ്ഞിട്ട്. പക്ഷെ എൻ്റെ നാടാണത്. എൻ്റെ നാട്ടിൽ എനിക്ക് ഏത് സമയത്തും കയറി ചെല്ലാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്ന് കോറം 14-ാം വാർഡിലില്ലേ. അപ്പോൾ അതുകൊണ്ട് അവർ 2 കൈയും വീട്ട് സ്വീകരിക്കും എന്ന ശുഭപ്രതീക്ഷയിലാണ് ഞാൻ. അതുകൊണ്ട് അതിൽ യാതൊരു മാറ്റവുമില്ല, ശുഭപ്രതീക്ഷ തന്നെയാണ്. താങ്കളുടെ പിന്നെ പ്രതീക്ഷകൾ, വാർഡിലെ പ്രതീക്ഷ, അതുപോലെ തന്നെ BJPയുടെ പയ്യന്നൂർ നഗരസഭയിലെ പ്രതീക്ഷയൊക്കെ പറഞ്ഞു. ഏതായാലും BJP വലിയ ശക്തമായ രീതിയിലുള്ള പോരാട്ടം കാഴ്ചവെക്കുന്നുണ്ട്. ചില സ്ഥലത്ത് നമ്മളൊക്കെ കാണുന്നത് ചില സ്ഥലത്ത് കോൺഗ്രസിനെ മറികടന്നുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് BJPക്ക് സാധിക്കുമെന്നുള്ള രീതിയിലുള്ള ചില നിരീക്ഷണങ്ങളൊക്കെ വരുന്നുണ്ട്. ഏതായാലും BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിയട്ടെ. താങ്കളുടെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്നും ചിരിച്ചുകൊണ്ട് എല്ലാവരെയും സമീപിക്കുന്ന ഒരു തികച്ചും സാധാരണക്കാരനായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, ഒരു കോഴിക്കോട് മേഖലാ സെക്രട്ടറി, ഒരു റീജിയന്റെ മേഖലാ സെക്രട്ടറി ഒക്കെ ആയിട്ട് പോലും താങ്കളുടെ ഇടയിലൊന്നും തലക്കനം എന്നുള്ള രീതിയിലുള്ള ഒരു രീതിയിലുള്ള ഒരു പ്രവണതയും താങ്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. താങ്കൾ അന്നും ഇന്നും കാണുന്ന സമയത്ത് എല്ലാവരോടും വളരെ അടുത്ത് ഇടപെടാനും അവരിൽ ഒരാളായിട്ട് പ്രവർത്തിക്കാനും താങ്കൾ സജീവമായ ശ്രദ്ധ പതിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ താങ്കളെപ്പോലുള്ള രാഷ്ട്രീയ പ്രവർത്തകന്മാർ, അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആവട്ടെ, ജനപക്ഷ നിലപാട്, ജനങ്ങളോട് തികഞ്ഞ സൗഹൃദവും സ്നേഹവും അവരുടെ ഒരു വിളിപ്പുറത്ത് എത്തുന്ന രീതിയിലേക്ക് മാറാൻ വേണ്ടി നമ്മുടെ പൊതുപ്രവർത്തകന്മാർക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് BJP പനക്കീലിനും അതുപോലെ തന്നെ പനക്കീലിന് ഒരു നല്ലൊരു ടീമുണ്ട് ഇവിടെ അല്ലേ, മണ്ഡലം കമ്മിറ്റിയൊക്കെ വളരെ സജീവമായ രീതിയിൽ ഉണ്ട്. പയ്യന്നൂരിലെ എല്ലാ സംഘടനാ പ്രവർത്തനം എന്ന രീതിയിൽ എല്ലാ സ്ഥലത്തും ബൂത്ത് കമ്മിറ്റി കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിലാണ് താങ്കളും താങ്കളുടെ പാർട്ടിയും. അങ്ങനെയുള്ള പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഏതായാലും പനക്കയിൽ ഒരുപാട് തിരക്കിൻ്റെ ഇടക്ക് പച്ചവെളിച്ചവുമായി സഹകരിക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചോദ്യം കൂടെയുണ്ട്, ഞാൻ എല്ലാവരോടും ചോദിക്കാറുണ്ട്. താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം. പയ്യന്നൂർ താലൂക്ക് ആശുപത്രി വലിയ കെട്ടിടമുണ്ട്, സൗകര്യമുണ്ട്, അതിനനുസരിച്ചുള്ള ചികിത്സ അവിടെ ഇല്ല എന്നുള്ള രീതിയിലുള്ള ഒരു വലിയ പരാതി അവിടെയുണ്ട്. ആ വിഷയം പച്ചവെളിച്ചം ഏറ്റെടുത്തിട്ടുണ്ട്. ആ വിഷയം ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ടിട്ട് പച്ചവെളിച്ചത്തിനെതിരെ അപഹസിക്കുന്ന രീതിയിലുള്ള ചില പ്രചരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് പച്ചവെളിച്ചം സ്വകാര്യ ആശുപത്രികൾക്കെതിരെ ആശുപത്രികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, താലൂക്ക് ആശുപത്രിയെ തകർക്കാനുള്ള ശ്രമമാണ് എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പച്ചവെളിച്ചത്ത് അറിയുന്നവർക്കറിയാം, ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട് നിരന്തരമായി പറയുന്ന ഒരു മാധ്യമമാണ് പച്ചവെളിച്ചം. ആദ്യം ഏറ്റവും ശക്തമായിട്ട് പറഞ്ഞത് പയ്യന്നൂരിലെ സ്വകാര്യ മേഖലയിലുള്ള ആശുപത്രികളുടെ കൊള്ളക്കെതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ടാണ്. അതില്ലാണ്ടാക്കാൻ വേണ്ടി ആണ് താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് അവിടെ അത് തിരിച്ചു പിടിച്ചാൽ ഇവരുടെ ഈ കൊള്ള അവസാനിപ്പിക്കും എന്നുള്ള രീതിയിലാണ് അത്തരമൊരു ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് പോയത്. താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് പയ്യന്നൂരിലെ ചികിത്സാ മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചോദ്യം ഉന്നയിച്ചാൽ
ഒരു BJP നേതാവ് എന്ന രീതിയിൽ എന്താണ് പനക്കലിന് പറയാനുള്ളത്? പച്ചവെളിച്ചം താലൂക്ക് ആശുപത്രിയിലെ ചില കാര്യങ്ങൾ വെട്ടി തുറന്ന് പറഞ്ഞു. പച്ചവെളിച്ചം ഒരു ചുവന്ന വെളിച്ചാണെന്നാണ് പൊതുവേ സമാജത്തിലൊരു ചർച്ച. അത് മുമ്പേ BJPയുടെ CK പപ്പാട്ടൻ പയ്യന്നൂർ നമ്പ്യാത്ത കൊല്ലം വന്ന സമയത്ത് പച്ചവെളിച്ചത്തോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായി, ഈ പച്ചയിലൊരു ചുവപ്പില്ലേ. പക്ഷേ പച്ചയിലൊരു ചുവപ്പുണ്ടെങ്കിലും ഈ ചുവപ്പ് ഒരു സത്യസന്ധതയ്ക്ക് വേണ്ടി പോരാടുന്നുണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത്. ഗവൺമെൻറ് ആശുപത്രി വിഷയത്തിൽ നിന്നല്ല, പയ്യന്നൂരെ പൊതു വിഷയത്തിൽ പച്ചവെളിച്ചം നന്നായിട്ട് ഇടപെടുന്നുണ്ട്. ഇപ്പോൾ ഈ ഗവൺമെൻറ് ആശുപത്രിയിൽ പയ്യന്നൂർ താലൂക്ക് ആശുപത്രി സത്യത്തിൽ പഴയ ധർമാശുപത്രി പറയുമ്പം ഒരു നല്ല രീതിയിൽ ചികിത്സയാണ്. അന്ന് സേവനമായിരുന്നു ഡോക്ടർമാർക്ക്. ഇന്ന് സേവനം പയ്യന്നൂർ താലൂക്ക് ആശുപത്രി സർജൻ നമ്മളെ ജലീൽ ഡോക്ടറെ പോലെ ഒരു നല്ല കഴിവുള്ള ഡോക്ടറാണ്. പക്ഷേ വേണ്ടുവോളം ചികിത്സ നടത്തുന്നില്ല. എനിക്ക് നല്ല ഇഷ്ടമുള്ളതാണ് ജലീൽ ഡോക്ടർ. അതുപോലെ തന്നെ ഗൈനക്കോളജി വിഭാഗവുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ന് ഒരു പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ലക്ഷങ്ങളാണ് വേണ്ട. സാധാരണക്കാർ ഏറെ നിർത്തി കൊടുക്കും. അപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റുന്ന 300ഓളം കിടപ്പ് രോഗികളെ കിടന്ന് ചികിത്സിക്കാൻ പറ്റിയ പയ്യന്നൂർ താലൂക്ക് ആശുപത്രി 300ഓളം പേര് ഒരു കൊല്ലം ചെയ്യുന്നുണ്ടോ എന്നാണ് എനിക്ക് സംശയമാണ്. ആ രീതിയിലെ പ്രവണതയാണ് നടക്കുന്നത്. ഫിസിഷ്യൻ ഇല്ല എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് താലൂക്ക് വികസന സമിതിയിൽ നിരന്തരം ഞാൻ ആ ചോദ്യം MLA ചോദിക്കാം. അത് ആ MLAൻ്റെ അതിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലാത്ത ഒരു നഗരസഭയാണ് പയ്യന്നൂരിലുള്ളത് എന്നുള്ളത് ഏറെ വേദനാജനകമാണ്. ഈ താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ മഴക്കാലത്ത് കക്കൂസ് മാലിന്യം എവിടേക്ക് വന്നു? കിണറിലേക്ക് വന്നു. കുറച്ച് കാലം മുന്നേ സൂപ്രണ്ട് ഉണ്ടാവില്ല, സൂപ്രണ്ടാണ് ഉണ്ടാവില്ല. ഞാൻ മണ്ഡലം പ്രസിഡൻ്റായ സമയത്ത് ഞങ്ങൾ മാർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. സൂപ്രണ്ട് പോകുമ്പോൾ ഇയാളെ കാണൂല. ഇതൊന്നും ചോദിക്കാനും പറയാനുമില്ലാത്ത ഒരു മോശമായൊരു പ്രവണത. അതെല്ലാം നിയന്ത്രിക്കേണ്ടത് പയ്യന്നൂർ നഗരസഭയുടെ അണ്ടറിലുണ്ടാകുമ്പം ഈ നഗരസഭയ്ക്കൊന്നും ഇതിലൊന്നും ഒരു താല്പര്യമില്ല. അവർക്ക് റോഡുകളിലൊക്കെ ചില്ലറ പൈസ കിട്ടുന്നില്ല രീതി ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം റോഡ് വികസനം ഇപ്പം വന്നത്, ഇതിന് മുന്നിലേക്കൂടെയുള്ള റോഡ് ഒരു മഴക്ക് തൊട്ട് മുന്നേ താറെത്തി. മഴ വരുമ്പോഴേക്ക് കളർ ഒലിച്ചു പോകുന്നു. എന്തൊരു ഗതികേടാണ്. കറുപ്പ് കളർ ഒലിച്ചു പോയെന്ന്. രണ്ടാമത് ഇപ്പോൾ ആദ്യ റോഡ് താർ ചെയ്തു. ഇത് അഴിമതിയല്ലേ? പയ്യന്നൂർ നഗരസഭ അഴിമതിയിൽ കുളിച്ച നഗരസഭയാണ്. പിന്നെ ഞാൻ ഈ ബസ് സ്റ്റാൻഡ് കാര്യം തന്നെ എടുത്ത് പറയേണ്ടതല്ല. കാരണം ഞാൻ കുറേ പയ്യന്നൂരിലെ ജനങ്ങളെ മുന്നിൽ നഗരസഭയിലത്തെ ഈ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ കാര്യത്തിൽ ഇനി പറയാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നാണക്കേടാന്ന് പറയുന്ന ഞങ്ങൾക്ക് പോലും ഒരു ടേണാണ്, ഒരു ആണ് പയ്യന്നൂർ ബസ് സ്റ്റാൻഡ്. ഏടില്ല അങ്ങനെ ബസ് സ്റ്റാൻഡ്. പ്രാഥമിക സൗകര്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറേ കാലം മുറവിളി കൂട്ടിയതിൻ്റെ മുകളിൽ ചെറിയൊരു സൗകര്യം. ഈ പയ്യന്നൂരിലേക്ക് വാഹനങ്ങൾക്ക് വരാൻ പറ്റുന്നുണ്ടോ? ഏറ്റവും മോശമായ രീതിയിലേക്ക് എപ്പോഴും ട്രാഫിക് ബ്ലോക്ക്. ഈ ട്രാഫിക് ബ്ലോക്കിന് നമ്മൾ രാഷ്ട്രീയക്കാരൊന്നും ഇടപെടണ്ടേ? എന്താ കാരണം വെച്ചാൽ എൻ്റെ പേഴ്സണായിട്ട് എൻ്റെ മനസ്സിൽ വന്നൊരാഗ്രഹമാണ്. റോഡ് ഫുള്ള് നടന്നുകൊണ്ടുള്ള പ്രകടനം കേസെടുക്കണം. ഇടതുപക്ഷ ആയാലും വേണ്ടില്ല, വലതുപക്ഷ ആയാലും വേണ്ടില്ല, BJP ആയാലും വേണ്ടില്ല. അങ്ങനെ റോഡ് ഫുള്ള് ബ്ലോക്ക് ആക്കിക്കൊണ്ടുള്ള ഒരു പ്രകടനം ഉണ്ടാകാൻ പാടില്ല. കാരണം വേദനിക്കുന്നവർ എത്ര പേരാണ്? ഇന്ന് ഈ പയ്യന്നൂർ നഗരസഭയിൽ ഓട്ടോ തൊഴിലാളികൾക്ക് തൊഴിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? 1 മണിക്കൂർ 1.5 മണിക്കൂറാണ് ട്രാഫിക് ബ്ലോക്ക്. പയ്യന്നൂർ ടൗണിലെ കച്ചവട സ്ഥാപനം പൂട്ടിപ്പോണ്ട അവസ്ഥയല്ലേ? ഇതിന് ഉത്തരവാദിയാരാണ്? നഗരസഭയാണ്. എന്ന് വേണ്ട ഹൈവേ കോത്തായിമുക്ക് മുതൽ അങ്ങ് എടാട്ട് കോളേജിൻ്റെ അടുത്തം വരെ മിക്ക ദിവസം ബ്ലോക്കാണ്. നിങ്ങൾ ലൈവിലുണ്ടായിട്ടുണ്ട്, ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ട്. പച്ചവെളിച്ചം ലൈവിലുണ്ടായിട്ടുണ്ട്. പക്ഷേ അതിന് ഒരു പരിഹാരം വേണ്ടേ? ഹൈക്കോടതി വിധിയില്ലേ? റോഡ് സൈഡിലെ പ്രകടനങ്ങളും പൊതുയോഗങ്ങളിലും എല്ലാം കുറേ ആ ഒരു ഇതില്ലേ? ശരിക്കും പറഞ്ഞാൽ പച്ചവെളിച്ചം എൻ്റെ അഭിപ്രായത്തിൽ ഈ പൊതു റോഡുകളിലെ കണ്ടമാനുള്ള പ്രകടനത്തിന് ഒരറുതി വരുത്താൻ ഞാൻ നാളെ കുട്ടിക്കലാശം ഞങ്ങളിതുണ്ട്, BJP ഉണ്ട്. നാളെ രാഷ്ട്രീയ പ്രസ്ഥാനം പറയുന്നത് റോഡ് സൈഡിലേക്കുള്ള പ്രകടനം വളരെ നിയന്ത്രിച്ച് പോകണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ മുന്നിൽ പയ്യന്നൂർ ഞാനുണ്ടെങ്കിൽ അതിൻ്റെ മുന്നിൽ ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാവും. കാരണം ഈ ബുദ്ധിമുട്ട് ജനങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നു. പയ്യന്നൂർ ടൗണ് പൊട്ടിപ്പാളീസായി. വ്യാപാരികൾക്ക് ഒരു ദിവസം ശരിക്കും പറഞ്ഞാൽ 100 രൂപ വരുമാനമില്ലാത്ത വ്യാപാരികൾ പയ്യന്നൂരുണ്ട്. ഈ പയ്യന്നൂർ ഉറങ്ങിക്കിടക്കുകയെന്ന്. ടൂറിസത്തിന് ഏറ്റവും സ്കോപ്പിൻ്റെ മണ്ണാണ് പയ്യന്നൂർ. സ്വാതന്ത്ര്യ സമരത്തിന് പേരെടുത്ത സ്ഥലമാണ് പയ്യന്നൂർ ഉളിയത്തൻകടവ്. എന്താണ് ഇന്ന് അവസ്ഥ? ഉപ്പ് കുറുക്കിയ സ്ഥലമാണ് പയ്യന്നൂർ. ഗാന്ധി പാർക്ക് പച്ചവെളിച്ചം ആടെ അവിടെ ഒരു ഷീറ്റ് ഓടിട്ട സ്ഥലം അതിൽ പൊട്ടിട്ട് ചോരുന്ന്. ഇതൊന്നും ശ്രദ്ധിക്കാൻ പറ്റാത്ത ഈ നഗരസഭ എന്ത് വികസനമാണ് ഇവിടെ കൊണ്ടുവരുന്നത്? എന്താണ് വികസനം? റോഡ് വികസനം എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ റോഡ് വികസനത്തിന് ഗ്രാമീണ റോഡ് വികസനമില്ലേ? അപ്പോൾ അതിലാദ്യം എന്നാ ചെയ്യൽ? അതിൽ കൾവെട്ട് വെള്ളം പോണ്ട സംവിധാനം ഉണ്ടാക്കണം.
ഇവിടെ ഉണ്ടോ അത്? ഇവിടെ ഇല്ല. ഇന്ന് കോറോൺ റോഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അടിപ്പാതയുമായി ബന്ധപ്പെട്ട് ആ പ്രദേശമെല്ലാം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയെന്ന്. നല്ലൊരു മഴ വരുമ്പോൾ അത് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നു. ആരാന്നതിന് ഉത്തരവാദി? റോഡ് വികസന സമയത്ത് സർക്കാർ അറിയില്ലേ? അറിയുമ്പം ഇടപെടണ്ടേ? ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ഉറങ്ങിക്കിടന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ടാറിങ് വന്നു അവിടെ. അപ്പുറം ഇപ്പം ടാർ ചെയ്തു, അതിൻ്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ 10ഓളം വീടുകൾ. ഞാനൊന്ന് എൻ്റെ ഇന്ന് 50 വയസ്സിലേക്ക് കിടക്കുകയാണ്. ഞാൻ ഇതുവരെ കാണാത്ത വെള്ളം കോറത്തൊക്കെയാണ്. ഇന്ന് മിക്ക സ്ഥലത്തും വെള്ളക്കെട്ട്. ഈ വെള്ളക്കെട്ട് വരുമ്പം പഠനം വേണ്ട എല്ലാറ്റിനും. ഇത് പഠനം ആര് ചെയ്യേണ്ടതാണ്? അതത് സംസ്ഥാന സർക്കാർ, അതത് പ്രാദേശിക ഭരണകൂടം, ഇവർ ചെയ്യേണ്ടല്ലേ? ഇതൊന്നും ചെയ്യാതിരിക്കും. ഇതെല്ലാം ജനങ്ങളെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നു. ആ ജനങ്ങളിൽ നിന്നുള്ള ജനരോഷമാണ് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് അവരെടുക്കാനൊരു ഘടകം. പ്രത്യേകിച്ച് കേന്ദ്ര ഭരണത്തിനെക്കുറിച്ച് നേട്ടങ്ങൾ എണ്ണി പറയാൻ ഒരുപാടുണ്ട്. കേരള ഭരണത്തിനെക്കുറിച്ച് കോട്ടങ്ങൾ എണ്ണി പറയാൻ, ഞാൻ ആ കോട്ടങ്ങളൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളിലെ ഗുണങ്ങൾ സമാജത്തിലെത്തിക്കുക, അത് ജനങ്ങൾ അംഗീകരിക്കുമെങ്കിൽ, അത് ലൈവാണല്ലോ, ഇന്ന് സോഷ്യൽ മീഡിയ കാലഘട്ടം ലൈവാണല്ലോ, അതിനനുസരിച്ച് ഞങ്ങൾ ലൈവിലുണ്ട്. അപ്പോൾ ഞങ്ങൾ പയ്യന്നൂരിൻ്റെ വികസനത്തിനാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, വികസിത പയ്യന്നൂർ. ഞങ്ങൾ ഒരേ ഒരു ലക്ഷ്യം, വികസിത പയ്യന്നൂർ. അതിലൊരു സന്ദേശമുണ്ട്, മാറാത്തത് ഇനി മാറും, അത് മാറ്റും. അതിനു വേണ്ടിയുള്ള പ്രയാണത്തിലാണ് ഞങ്ങൾ. താങ്കളോട് ഞാനിപ്പം പയ്യന്നൂരിലെ ഞാൻ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരോടും ചോദിച്ച ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ പയ്യന്നൂർ നഗരസഭയിലെ പല വാർഡുകളിലും ചില പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിലും നഗര കേന്ദ്രീകൃതമായി വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് പുതിയ ബസ് സ്റ്റാൻഡ് നമുക്ക് ആക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. അതുപോലെ തന്നെ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം പ്രവൃത്തി പാതിവയിലാണുള്ളത്. അതുപോലെ തന്നെ സ്വന്തമായിട്ട് ഒരു കെട്ടിടം പോലും നഗരസഭക്ക് ഉണ്ട്. അത് എന്ന് പറഞ്ഞാൽ നഗരസഭ പിന്നെ ഓഫീസ് എന്നുള്ള രീതിയിലാണ് നഗരസഭയുടെ സ്വന്തം കെട്ടിടം തന്നെയാണ്. അതൊരു നഗരസഭ കെട്ടിടത്തിന് വേണ്ടി നിർമ്മിച്ചതല്ല. അതിൻ്റെതായ ഒരുപാട് പോരായ്മകളുണ്ട്. നഗരസഭക്ക് പയ്യന്നൂരിൻ്റെ ഒരു പ്രൗഢിക്കൊത്ത ഒരു കെട്ടിടം, പിന്നെ സ്വന്തമായി ഒരു ഓഫീസ് കെട്ടിടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ പയ്യന്നൂർ ഒരുപാട് സാംസ്കാരിക പരിപാടി നടക്കുന്ന കേന്ദ്രമാണ്. അവിടെ ഒരു ടൗൺ ഹാളില്ല. അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഉണ്ട് എന്ന് പച്ചവെളിച്ചം നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മാധ്യമമാണ്. അങ്ങനെ വരുന്ന സമയത്താണ് പച്ചവെളിച്ചം നഗരസഭയെ അപകീർത്തിപ്പെടുത്തുന്നു, നഗരസഭയുടെ പിന്നെ താറടിച്ചു കാണിക്കുന്നു എന്നുള്ള രീതിയിൽ ഉള്ള പ്രചരണം വരുന്നു. കാരണം ഒരു മാധ്യമത്തിന് അവർ പ്രവർത്തിക്കുന്ന മേഖലകളിലെ ഭരണ സംവിധാനത്തിൻ്റെ വീഴ്ചകളും കോട്ടങ്ങളും നേട്ടങ്ങളും ചൂണ്ടിക്കാണിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ പച്ചവെളിച്ചം നിരന്തരമായിട്ട് പറഞ്ഞത് പയ്യന്നൂരിലെ മൂക്കുപൊത്താൻ നടക്കാൻ വേണ്ടി പറ്റാത്തൊരു സാഹചര്യമുണ്ട്. നമ്മളെ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് നിരന്തരമായിട്ടൊരു ക്യാമ്പയിൻ എന്നുള്ള രീതിയിൽ വാർത്ത കൊടുത്തൊരു മാധ്യമമാണ്. അതിലൊരു പരിധിവരെ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഇത്തരം ചൂണ്ടിക്കാണിച്ച ഈ ടൗൺ ഹാള്, പുതിയ ബസ് സ്റ്റാൻഡ്, ഓഫീസ്, സ്റ്റേഡിയം, അതുപോലെ തന്നെ ബൈപ്പാസ് റോഡ് ഇപ്പം ഏകദേശം നേരെയായിട്ടുണ്ട്. നമ്മൾക്ക് ഏറ്റവും വലിയ തലവേദനയായിരുന്നു. അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് ഒരു BJP കൗൺസിലർമാർ ഉണ്ടായാൽ അത്തരം വിഷയങ്ങൾ ടേക്കപ്പ് ചെയ്യുന്നതിൽ, അതുപോലെ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ ഇത്തരം വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുന്ന രീതിയിലുള്ള എന്ത് സമീപനമാണ് പനക്കിൽ സ്വീകരിക്കാൻ വേണ്ടി BJPയുടെ നേതൃത്വത്തിൽ BJP സ്വീകരിക്കാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിത് നിർത്താം. ഈ പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് എന്ന സംഭവം, പുതിയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് 30 വർഷത്തോളമായി അതിന് തുടക്കം കുറിച്ചിട്ട്. ആ പുതിയ ബസ് സ്റ്റാൻഡിൽ ആ സ്ഥലം എടുത്ത് തന്നെ ഒരു ശരിയായ രീതിയിലല്ല എന്ന് വിശ്വസിക്കുന്ന ഒരുത്തനാണ് ഞാൻ. കാരണം നമ്മൾ കണ്ണൂരത്തെ ബസ് സ്റ്റാൻഡൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ, ആ കണ്ണൂർ ബസ് സ്റ്റാൻഡ് ഒരു കമ്പനി എടുക്കുമ്പം അതിന് ചുറ്റിലും ഷോപ്പിംഗ് കോംപ്ലക്സിൽ വരുമ്പം ആ വാടക ഇനത്തിൽ തന്നെ ദീർഘകാലത്തെ വാടക തന്നെ അതെടുക്കാൻ പറ്റും. പയ്യന്നൂരത് പറ്റൂല. അതിൻ്റെ കാരണങ്ങളെന്താ? അതിന് ചുറ്റിലും ആ ഉടമസ്ഥൻ്റെ പേരിലാണ് സ്ഥലമില്ല. അതൊരു തെറ്റായ രീതിയിൽ സന്ദേശമായി അന്ന് തന്നെ തെറ്റായിരുന്നു. ആ തുടക്കം തന്നെ തെറ്റായിരുന്നു. അതിനുശേഷം അതിൽ ചെലവഴിച്ച പണത്തെക്കുറിച്ചൊന്ന് പഠിച്ചാൽ 100 ലോഡ് കണക്കിന് മണ്ണാനാടെ കൊണ്ട് തള്ളിയിട്ടുണ്ട്. ആ മണ്ണിൻ്റെ എല്ലാം പൈസയിൽ ഇതെല്ലാം പൊന്ന് കായ്ക്കുന്ന മരം പോലെയാണ് കുറേയൊക്കെ തോന്നിയത്. കിട്ടുന്നവരൊക്കെ അടിച്ചു മാറ്റുന്നതെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. ഇത് തുറന്നു പറയാൻ കാരണം, തുറന്ന് പറഞ്ഞാലേ പച്ചവെളിച്ചത്തിൻ്റെ ലൈവിൽ ഇതൊരുപാട് സ്ഥലത്തെത്തും. ഇത് തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് തെറ്റായിരിക്കും. ആ നഗരസഭയുടെ പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് ഒരു തെറ്റായിരുന്നു. അത് കുറച്ചും കൂടെ ഹൈവേൻ്റെ ഭാഗത്തേക്ക് പോകേണ്ടതായിരുന്നു. ഇന്ന് ടൗണിൽ നഗരസഭയുടെ ബിൽഡിങ് അതും ശാസ്ത്രീയമായ രീതിയിലല്ല ചെയ്തിട്ടുള്ളത്. പിന്നെ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ടിട്ട്
ഒന്നും അനങ്ങുന്നില്ല. ഒന്നും വേണ്ട, ബോയ്സ് ഹൈസ്കൂളിൽ സ്റ്റേഡിയം ഉണ്ട്, പിന്നെ പോലീസ് മൈതാനമുണ്ട് പയ്യന്നൂർ. ഇതെല്ലാം വേണ്ടുവോളം അതത് വിങ്ങിനെ ഉപയോഗിക്കാമല്ലോ. എന്തുകൊണ്ട് നടക്കുന്നില്ല? പയ്യന്നൂർ നഗരസഭയിലെ പോലീസ് മൈതാനം ഇപ്പം ചേംബറിൻ്റെ നേതൃത്വത്തിലുള്ള കാർണിവലുമായി ബന്ധപ്പെട്ടിട്ടാണ് അതൊന്ന് വൃത്തിയാക്കിയത്. ആടെ വണ്ടികളൊക്കെ വെച്ച് ഒരു അസ്വസ്ഥ പാമ്പിൻ്റെ ശല്യം ഇല്ലൊരു സ്ഥലമായി മാറിയിട്ടുണ്ട്. ഇതെല്ലാം വൃത്തിയാക്കി ടൗൺ നഗരങ്ങൾ അടിപൊളിയാക്കും. പ്രധാനമന്ത്രി അധികാരത്തിൽ വന്നേരം തന്നെ പറഞ്ഞത് ശുചിത്വ ഭാരതം എന്നാണ്. ശുചിത്വമില്ലായ്മയാണ് നമ്മൾ പയ്യന്നൂർ കാണുന്നത്. ഇപ്പം 2 പൂച്ചട്ടിയിലും വെച്ചിട്ട് ഭയങ്കര സെറ്റപ്പാന്ന് പറഞ്ഞേ അതിലും അഴിമതിയുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഇതൊന്നുമല്ല, ശാശ്വതമായ പരിഹാരം ഉണ്ടാവണം. ഈ ടൗണിലത്തെ മിക്ക പൊതു ഇടങ്ങൾ എപ്പോഴും ശോഭിച്ചുകൊണ്ടിരിക്കണം. BJPൻ്റെ കൗൺസിലർമാർ വന്നാൽ കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ടൗൺ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കും. ഈ തിരുവനന്തപുരത്ത് ഭാരതീയ ജനതാ പാർട്ടിയാണ് അധികാരത്തിൽ വരുന്നത് എങ്കിൽ വരാൻ സാധ്യത ഞങ്ങൾ കാണുന്നുണ്ട്. അതിൻ്റെ പ്രഖ്യാപനങ്ങൾ, ആ നഗരത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ ആരാധ്യനായ നരേന്ദ്രമോദിയാണ് പദ്ധതികൾ കൊണ്ടുവരിക. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നരേന്ദ്രമോദി ആ പദ്ധതികൾ അവിടെ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ യാതൊരു സംശയവും വേണ്ട, പയ്യന്നൂർ നഗരസഭയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് കൗൺസിലർമാർ വരുമ്പം അതിൻ്റെ ചെറിയൊരു ശാഖ ഇങ്ങോട്ടും വരും. നമ്മളെ MP മാരെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ കഴിവിൽ ഒരുപാട് ആൾക്കാരുണ്ട്. കേന്ദ്ര നേതൃത്വവുമായി ബന്ധപ്പെട്ട് ഈ നഗരത്തിനെ നല്ലൊരു നഗരമാക്കി മാറ്റണം. തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന ഈ പയ്യന്നൂർ നഗരത്തിൽ നല്ലൊരു നഗരം സ്വപ്നം കാണാനാണ് ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നത്. ഇപ്രാവശ്യം ഏതായാലും താങ്കളുടെ അഭിപ്രായത്തിൽ താങ്കൾ പറഞ്ഞു പിന്നെ നമ്മൾ 27 സ്ഥലത്ത് മത്സരിച്ചു അല്ലേ? 28 സ്ഥലത്താണ് താങ്കൾ നോമിനേഷൻ കൊടുത്ത് 27 സ്ഥലത്ത് ഇപ്പം മത്സരിക്കുന്നത്. ആ മത്സരം അവിടെയൊക്കെ നല്ല മത്സരം കാഴ്ചവെക്കുന്നുണ്ടോ? നല്ല മത്സരം കാഴ്ചവെക്കുന്നു. നല്ല പ്രതീക്ഷയുണ്ട്. താങ്കൾ പറഞ്ഞു ഒരു 5ഓളം സീറ്റ് എന്തായാലും അതാ 27 വിജയിക്കും എന്ന് താങ്കൾ പറഞ്ഞില്ല. താങ്കൾ പറഞ്ഞു നമ്മൾ 5 സീറ്റ് എന്തായാലും വിജയിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വലിയൊരു അവകാശവാദമാണ് എന്ന് പറഞ്ഞാൽ എന്താ താങ്കൾ പറയല്? ഞങ്ങൾ ആ ശുഭപ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങളെ പ്രവർത്തന രീതി വെച്ച് നോക്കുമ്പം, ഇന്നത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പം അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അവിടെ ഉണ്ട്. ഞങ്ങൾ ഇന്നും ഒരു വാർഡിൽ പോയി. അപ്പോൾ ഈ വാർഡിൽ പോയി ഞങ്ങൾ ജയിക്കുമെന്ന വാർഡ് ചില സ്ഥലത്ത് ബൂത്ത് പിടിച്ചെടുക്കി തോപ്പിച്ചാൽ ഞങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റില്ല. ചില പയ്യന്നൂർ കമ്മ്യൂണിസ്റ്റ് ഭൂരിപക്ഷ മേഖലയിൽ അതും നടക്കും, അതിനേക്കാളേറെ നടക്കും. പക്ഷേ ഞങ്ങൾക്ക് ശുഭപ്രതീക്ഷയിലെ സ്ഥലത്ത് സത്യസന്ധമായൊരു ഇലക്ഷനാണ് നടക്കുന്നതെങ്കിൽ ഒരു സംശയവും വേണ്ട, 5 കൗൺസിലർമാർ ഞങ്ങൾ പയ്യന്നൂരുണ്ടാവും. ആ ഒരു പ്രതീക്ഷയിലാണ് താങ്കളുള്ളത്. അതെ. ഏതായാലും ഒരുപാട് സമയമായി നമ്മൾ സംസാരിക്കുന്നു. താങ്കളുടെ BJPയുടെ പ്രതീക്ഷ പങ്കുവച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പയ്യന്നൂരിൻ്റെ പയ്യന്നൂരിനെ വികസിപ്പിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ താങ്കൾ ഇവിടെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ BJP ഇവിടെ വിജയിച്ചു വന്നു കഴിഞ്ഞാൽ പയ്യന്നൂരിൻ്റെ സമഗ്രമായ വികസനത്തിന് ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമെന്ന് താങ്കൾ പറഞ്ഞു. താങ്കൾ 14 വാർഡിൽ വിജയിക്കുമോ? ഞാൻ തീർച്ചയായിട്ടും 14 വാർഡിൽ വിജയിക്കും. ആ 5-1 താങ്കളുമാണ്. തീർച്ചയായും. ഏതായാലും അത് ഉറപ്പിച്ചിട്ടുണ്ട്. കോറോത്ത് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന ഒരു വാർഡ് 14 വാർഡിനേക്കാൾ വേറൊരു വാർഡ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അവിടെ കോൺഗ്രസുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും തരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടോ? നിങ്ങൾ കോൺഗ്രസ് സഹായിക്കുന്നുള്ള രീതിയിലുള്ള ഒരു പ്രചരണമൊക്കെ നടക്കുന്നത് എന്തെങ്കിലും വസ്തുതയുണ്ടോ അതിൽ? ഈ പറയുന്നത് പോലെ കമ്മ്യൂണിസ്റ്റുകാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ധാരണയുണ്ടെന്നാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. കോൺഗ്രസ്സുകാർ പയ്യന്നൂർ നഗരസഭയിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഞങ്ങളോട് പറയുന്നത്, നിങ്ങൾ CPM-ഉമായിട്ട് ഇടതുപക്ഷവുമായിട്ട് ധാരണേൻ്റെ പുറത്തല്ലേ നിങ്ങൾ ആടെ മത്സരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഭാരതീയ ജനതാ പാർട്ടി മത്സരിക്കുന്നത് ജയിക്കാനാണ്. അത് ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനല്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഞങ്ങളെ അജണ്ടയിലില്ല. ഈ നിങ്ങൾ പറയുന്ന കോറോത്ത് ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വിജയിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേന്ദ്രമെന്ന് പറയുന്ന കോറോത്ത് BJP-ക്കാർ ഉണ്ട്, ആ BJP-ക്കാർ കോൺഗ്രസിന് വോട്ട് ചെയ്യും എന്ന് പറയുന്നത് തന്നെ BJP-ൻ്റെ ഒരു വിജയമല്ലേ? BJP പ്രവർത്തകർ, താമരക്ക് വോട്ട് ചെയ്യേണ്ട പ്രവർത്തകർ കോറോത്തുണ്ട് എന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറയാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ വളർന്നു എന്നല്ലേ? ആ വളർച്ചയിൽ അഭിമാനമുണ്ട്. ആ പറയുന്നത് 100% തെറ്റാണ്. ഒരു കാരണവശാലും ഭാരതീയ ജനതാ പാർട്ടീൻ്റെ വോട്ട് കോൺഗ്രസിൻ്റെ പാളയത്തിലേക്ക് പോകില്ല. ഞങ്ങൾക്ക് ചില അജണ്ടകളുണ്ട്, ഞങ്ങൾക്ക് ചില തീരുമാനങ്ങളുണ്ട്. ഞങ്ങൾ വിജയിക്കാൻ വേണ്ടി പോരാടുന്നവരാണ്. ഈ കേരളവും പയ്യന്നൂരും ഞങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്.
അതുപോലെ തന്നെ നിങ്ങൾ 5 സീറ്റിലേക്ക് വിജയിക്കണമെങ്കിൽ LDF നിന്നും UDF നിന്നും താങ്കളുടെ പാർട്ടിക്ക് വോട്ട് കിട്ടേണ്ടതായിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരു വോട്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണോ താങ്കൾ? ആ ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ കാരണം ദൈനംദിന സമ്പർക്കം. ഇപ്പം തുടങ്ങിയതെന്നല്ല ഈ സമ്പർക്കം. ഭാരതീയ ജനതാ പാർട്ടി കുറച്ച് കാലം മുന്നേ ജനങ്ങളുടെ ഇടയിലേക്ക് സമ്പർക്ക യത്നം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ 100ാം ജന്മദിനത്തോടനുബന്ധിച്ച് സമ്പർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റാത്ത രീതിയിലായിരിക്കും. ഞങ്ങൾ ഇറങ്ങുന്ന ലൈവിലാണ്. അതുകൊണ്ടാണല്ലോ കരിവള്ളൂർ, ഞാൻ 4 ദിവസം ഞങ്ങൾ കരിവള്ളൂർ പ്രവർത്തനത്തിൽ പോയ സമയത്ത് 5ാമത്തെ ദിവസം ബാബു എന്ന ചെറുപ്പക്കാരനെ അവിടുന്ന് CPM ഗുണ്ടകളെ ആക്രമിച്ചല്ലോ. ഞങ്ങൾ പോയിട്ടെങ്കിൽ ആക്രമിക്കുമോ? ഞങ്ങൾ പ്രവർത്തകരുടെ പുറത്തിറങ്ങിയിട്ട് ആക്രമിക്കുമോ? ഇത് ഞങ്ങളുടെ പ്രവർത്തനം മാസങ്ങൾക്ക് മുന്നേ നടക്കുന്നുണ്ട്, വർഷങ്ങൾക്ക് മുന്നേ നടക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പയ്യന്നൂരിലെ ജനങ്ങളുമായി സംവദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ പൊതുപ്രവർത്തകർ എന്ന രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഒരു ഓട്ടോ തൊഴിലാളി, ഇന്നും ഓട്ടോ ഓടിക്കുന്നുണ്ട്. അപ്പോൾ ഓട്ടോറിക്ഷയിൽ വരുമ്പോൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റുക. മർമ്മം അറിയുന്നത്, ഞാൻ ഇന്ന് പയ്യന്നൂരിലെ ഓട്ടോ തൊഴിലാളി ആയതുകൊണ്ട് അത് കുറേ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി. മറ്റ് പഠിച്ച് കിട്ടിയതല്ല, പൊതുപ്രവർത്തനത്തിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയതാണ്. അപ്പോൾ ജനങ്ങളുമായി സംവദിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ ഏറ്റെടുക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഇത് ദാരിദ്ര്യമാണ് കേരളത്തിൽ, സാമ്പത്തികമായിട്ട് വൻ പരാജയമാണ്. ഭാരതീയ ജനതാ പാർട്ടി സമ്പദ് വ്യവസ്ഥയിൽ കുതിച്ചു കയറിയെന്ന്, ലോകത്ത് 4ാം സ്ഥാനത്ത് നിന്ന് 3ാം സ്ഥാനത്തേക്ക് കുതിക്കുകയെന്ന്. അപ്പോൾ ഇതെല്ലാം കുട്ടികൾ, പഠിക്കുന്ന കുട്ടികളെ നമ്മുടെ നാട്ടിലേ, ഈ കുട്ടികളെല്ലാം കയ്യിൽ മൊബൈൽ, സോഷ്യൽ മീഡിയയിലല്ലേ. അപ്പോൾ അവരെല്ലാം നമ്മൾ പറയാണ്ട് തന്നെ ഇന്ന് പോലും ഞങ്ങളോട് പറഞ്ഞു, മോദി അത് സൂപ്പറാണ്, അപ്പോൾ നിങ്ങൾ വിജയിക്കണം, ഇവിടുത്തെ തെറ്റിനെതിരെ പ്രതികരിക്കണം, നിങ്ങൾ ലൈവിലുണ്ടാവണം. ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ലൈവിലുണ്ടാവണം എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ലൈവിലുണ്ട്, അത് പച്ച വിളിച്ചത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഞങ്ങൾ ലൈവിലുള്ളത് കൊണ്ടല്ലേ കൂക്കാനം വാർഡിലെല്ലാം ഈ വോട്ട് കിട്ടി. കരിവള്ളൂർ പോലുള്ള സ്ഥലത്തെല്ലാം വോട്ട് കിട്ടണമെങ്കിൽ ഞങ്ങളെ നിഴൽ കാണാണ്ട് കിട്ടുമോ? കരിവള്ളൂരിലത്തെ പാർട്ടിയുടെ മണ്ഡലം വൈസ് പ്രസിഡന്റ് ധനേഷ്, മണ്ഡലം സെക്രട്ടറി അഭിലാഷ്, പാർട്ടിൻ്റെ സംസ്ഥാന കൗൺസിൽ അംഗം രവിയേട്ടൻ, ഇങ്ങനെയുള്ള ജില്ലാ കമ്മിറ്റി അംഗം KC രാജൻ, ഇവരെല്ലാം കരിവള്ളൂർ സ്വദേശികളാണ്. ഈ രാമന്തളി പഞ്ചായത്തിൽ കുറച്ച് കാലം വരെ ഏരിയ കമ്മിറ്റി അംഗം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ പാർട്ടിൻ്റെ ചുമതല പോലും ഏറ്റെടുക്കാൻ BJPക്ക് ആളില്ലാണ്. എനിക്ക് ആ ഏരിയ കമ്മിറ്റി അംഗത്തോടൊന്ന് പറയാനുള്ളത്, പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം രാമന്തളിയുണ്ട്, പാർട്ടിയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറി, മണ്ഡലം പ്രസിഡന്റ്, അതോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്ന മണ്ഡലം ജനറൽ സെക്രട്ടറി രാമന്തളി പഞ്ചായത്തിലുണ്ട്. അതുപോലെ തന്നെ രാമന്തളി പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്, പഞ്ചായത്ത് കമ്മിറ്റി ഉണ്ട്. ആടെ ഒരു സീറ്റ് വിജയിക്കും, ഒരു സംശയമില്ല. അപ്പോൾ ആടെ വോട്ട് നേരത്തെ ഞങ്ങൾക്ക് സംശയം, ഇവർ അഡ്ജസ്റ്റ്മെന്റ് ആക്കിയാൽ ചിലപ്പോൾ നമ്മൾ തോറ്റു, അല്ലെങ്കിൽ നമ്മൾ ജയിച്ചു. അത് ശരി. UDFും LDFും നിങ്ങളെ പരാജയപ്പെടുത്താൻ വേണ്ടി ഉണ്ടാവും. അതുപോലെ ഞാനൊരു ചോദ്യം ചോദിച്ചത്, നിങ്ങൾ ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്, നിങ്ങൾ അടിസ്ഥാനപരമായ മേഖലയിൽ നിന്ന് വളർന്നു വന്ന നേതാവാണ്, നിങ്ങൾക്ക് ജനങ്ങളുടെ പൾസ് അറിയാൻ വേണ്ടി പറ്റും. ഇവിടെ LDF ആണോ UDF ആണോ, ആരാണ് ജയിക്കുക? ഇവിടെ LDF ജയിക്കുക. കാരണം എന്താ പറയുക, ഇല്ലെങ്കിൽ അവർ പിടിച്ചെടുക്കും. അതൊരു മസിൽ, വലിയ കാലമൊന്നുമില്ലേ, ഇതെല്ലാം കാലഹരണപ്പെട്ടു. ഈ ഒരു ടേമും കൂടെ ചില സമയം എൻ്റെ കാഴ്ചപ്പാടിൽ ജനങ്ങൾ വെറുത്തു, പക്ഷെ എന്നാലും അവർ പിടിച്ചെടുക്കും. കണ്ടങ്ങാളി BJPയുടെ സ്ഥാനാർത്ഥിന് ഉണ്ടാണ് രമ, 5 ബോർഡാണ് പോയത്. 5 ബോർഡ് പോയിട്ട് ഇന്നലെ പകൽ ഞങ്ങൾ കൊണ്ടുവച്ചു. ആടില്ല, നമ്മളെ സ്ഥാനാർത്ഥിക്കും കുടുംബത്തിനൊരു വിഷമമുണ്ടായി. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ബോർഡ് സ്ഥലത്തുണ്ടായി, ആ ബോർഡ് കൊണ്ട് അവിടെ വെച്ചു. ആ ബോർഡ് പകലെടുത്തു. ഈ പകലെടുക്കുന്ന കുഞ്ഞൾ നാളെ പകൽ താമര ചിഹ്നത്തിൻ്റെ ബോർഡ് അവിടെ വെക്കും. സംശയമില്ല, ഞങ്ങൾ പ്രതികരിക്കാൻ പോകും. ഞങ്ങൾ പ്രതികരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾക്ക് പ്രതികരിക്കാൻ അറിയാത്തതൊന്നുമല്ലോ, സംഘപരിവാറിന് ഇവരാരും അങ്ങനെ ഭയമൊന്നുമില്ലല്ലോ, ഇന്നുമില്ല, ഇനി ഉണ്ടാവും ചെയ്യില്ല. പക്ഷെ ഞങ്ങൾ ജനങ്ങളിൽ അർപ്പിച്ച വിശ്വാസം കാത്തു സൂക്ഷിച്ചുകൊണ്ട് സമാധാനപരമായി മുന്നോട്ട് പോകാൻ തയ്യാറായി വരണം. ഇനി സമാധാനത്തിൻ്റെ അങ്ങേത്തലയോളം ഞങ്ങൾ അങ്ങോട്ട് തന്നെ പോവും. ഇന്നീ കാണിക്കുന്ന തെമ്മാടിത്തരം ജനങ്ങൾ കാണുന്നുണ്ട്. ഇന്നലെ കോറോത്ത് വെച്ച ബോർഡ് പോയി, കാനായി വെച്ച ബോർഡ് പോയി, ആടിലെ പാർട്ടീൻ്റെ ലോക്കൽ സെക്രട്ടറി അടക്കമുള്ള ഒരു ഭീഷണിപ്പെടുത്തുന്നു. എന്നിട്ട് നമ്മൾ പിന്മാറിയോ? ഇത്രയും കാലം ഞങ്ങളെ വീടും ആക്രമിച്ചു, അതെല്ലാം ചെയ്തു. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. എൻ്റെ മകൻ ഷട്ടിൽ കളിക്കുന്ന ഒരു ചെക്കനുണ്ട്, മോനായിരുന്നു. ആ കോർട്ടിൽ നിന്ന് ഇറക്കി വിട്ടൊരു അനുഭവം എനിക്കുണ്ടായിരുന്നു. ഞാൻ BJP പ്രവർത്തനമായിട്ട് ഇറക്കി വിട്ട അനുഭവമുണ്ട്. ആ മകൻ പിന്നീട് ഫുട്ബോൾ രംഗത്തേക്ക് വന്നു, DYFIക്ക് വേണ്ടി കളിക്കുന്നുണ്ട്. എൻ്റെ മോൻ എന്നോട് ചോദിച്ചു, അച്ഛാ DYFI. ഞാൻ പറഞ്ഞു, മോനെ അച്ഛന് ആരോടും പണക്കൊന്നുമില്ല, രാഷ്ട്രീയ എതിരാളികളാണെന്നല്ലാണ്ട് കളി രാഷ്ട്രീയം അതിലും വേറെ പറയുന്നത്.
രാഷ്ട്രീയത്തിൽ നിന്ന് ശത്രുക്കളുമില്ല എനിക്ക്. അവർ ശത്രുക്കളെ എന്നെ കാണുന്നുണ്ട് എനിക്കറിയില്ല. എനിക്ക് രാഷ്ട്രീയത്തിൽ ഒരു ശത്രുവില്ല. ഞാൻ രാത്രി 10 മണിക്കും 12 മണിക്കും ഇളകി നടക്കും. എവിടെയെങ്കിലും ആരെങ്കിലും വിളിച്ചാൽ ഞാൻ അന്നേരം ഓടിയെത്തും. ഇന്നലെ പയ്യൻ്റെ രാത്രി ഒരു മരണ വീട് പറഞ്ഞു. നമ്മൾ പുഞ്ചക്കാടത്തെ ഏരിയ പ്രസിഡൻറ്റിനെ വിളിച്ചു. ഞാൻ ആവുന്ന രീതിയിൽ ഏത് സമയത്ത് ഞങ്ങളെ കൂടെയുള്ള പ്രവർത്തകർക്ക് എന്ത് പ്രയാസം വരുന്ന സമയത്തും അവിടെ ഓടിയെത്തും. അത് രാത്രി എന്നോ പകലെന്നോ ഇല്ല. പഴയ പോലെയുള്ള ഒരു പ്രശ്നങ്ങളും ഇന്ന് കാണാനില്ല. അതിന് കാരണം നമ്മൾ പ്രവർത്തനം പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. പ്രത്യക്ഷത്തിൽ പ്രവർത്തന ശാഖാസംഭവനം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും പ്രശ്നം വരും. പക്ഷേ ശാഖാസംഭവനം പേരിൽ പൊടുന്നനെയായിരിക്കും. അന്ന് അടിച്ചൊതുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വളർച്ചയിലായിരിക്കും നമ്മൾ ജനങ്ങളെ കാണല്. അപ്പോൾ ആ രീതിയിലൊരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. BJPക്ക് പയ്യന്നൂര് സംബന്ധിച്ച് അതുപോലെ തന്നെ കേരളത്തെ സംബന്ധിച്ച് കൃത്യമായ ഒരു പ്ലാൻ ഉണ്ട്. ആ പ്ലാനിനനുസരിച്ചാണ് നിങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്നത്. പയ്യന്നൂരിലും അത്തരം രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഒരു അണ്ടർഗ്രൗണ്ട് വർക്ക് എന്നുള്ള രീതിയിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വരുന്നു. പൊടുന്നതിന് താങ്കൾ പറഞ്ഞതുപോലെ എല്ലാ സ്ഥലത്തും പ്രത്യക്ഷമായ പ്രവർത്തനത്തിലേക്ക് താങ്കളും താങ്കളുടെ പാർട്ടിയും വരുന്നു എന്നല്ലേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? തീർച്ചയായും അതാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ചോദിക്കാൻ കാരണം എന്ന് വെച്ചാലുണ്ടല്ലോ, ഈ UDF ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് ഇപ്രാവശ്യം നമ്മൾ ഭരണം പിടിച്ചിരിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു ആത്മവിശ്വാസം അവരുടെ നേതാക്കന്മാർ പച്ചവെളിച്ചത്തിൻ്റെ നേതാവിനൊപ്പം എന്ന പരിപാടിയിൽ സഹദുള്ളയാവട്ടെ, അതുപോലെ തന്നെ AP നാരായണനാവട്ടെ, അവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ LDF പൂർണ്ണമായിട്ട് അവർ രഹസ്യമായും പരസ്യമായും അവർ പറയുന്ന പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നേടിയതിനേക്കാൾ 2 സീറ്റ് കൂടുതലുണ്ട്, അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം നേടിയതിനേക്കാൾ കൂടുതൽ സീറ്റ് ഇപ്രാവശ്യം നമ്മൾ നേടും എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള നിങ്ങൾ 5 സീറ്റ് നേടും എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു വലിയ ഒരു പ്രചരണ രീതിയിലുള്ള പ്രചരണങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. മത്സരം കൊഴുക്കട്ടെ, ഒരു തരത്തിലുള്ള ജനാധിപത്യം പൂത്തുലയട്ടെ, അതിൽ നല്ലവരായ ആളുകളൊക്കെ ഇവിടെ വിജയിച്ചു വരട്ടെ എന്നതാണ്. പച്ചവെളിച്ചത്തിന് വ്യക്തമായ രാഷ്ട്രീയമുണ്ട് എന്ന് താങ്കൾക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. പച്ചവെളിച്ചത്തിന് രാഷ്ട്രീയമില്ല. ഞാൻ കൃത്യമായ രാഷ്ട്രീയം ഉള്ള അടിയുറച്ച രാഷ്ട്രീയം മനസ്സിൽ സൂക്ഷിക്കുന്ന, അതുപോലെ തന്നെ ആര് ജയിക്കണം, ആർക്ക് വോട്ട് ചെയ്യണം എന്നതിനെ കുറിച്ചൊക്കെ എനിക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിനനുസരിച്ചുള്ള വോട്ട് ഒക്കെ ഞാൻ നൽകുമെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ നിഷ്പക്ഷമായ നിലപാട് പൊതുജനത്തിന് വേണ്ടിയിട്ട്, പൊതുസമൂഹത്തിന് വേണ്ടിയിട്ട് ഞാൻ ഉയർത്തിക്കൊണ്ടുവരും. അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ഭരിക്കുന്ന കക്ഷികൾ BJP നാളെ പയ്യന്നൂർ നഗരസഭ ഭരിച്ചാൽ BJP ആയിരിക്കും. BJPയുടെ ഏറ്റവും വലിയ ശത്രുവായിട്ട് പച്ചവെളിച്ചം ചിലപ്പോൾ മാറിയേക്കാം. അത് UDF ആണെങ്കിൽ UDF മാറിയേക്കാം. ഇപ്പം നിലവിൽ LDF ആയതുകൊണ്ട് ജനങ്ങളുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് പച്ചവെളിച്ചം ഈ ഭരണ സംവിധാനത്തിനെതിരാണ്, അല്ലെങ്കിൽ നഗരസഭയ്ക്കെതിരാണ്, അല്ലെങ്കിൽ താലൂക്ക് ആശുപത്രിക്കെതിരെ ആശുപത്രിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുന്ന സമയത്ത് താലൂക്ക് ആശുപത്രി നശിപ്പിക്കാൻ വേണ്ടി പറയുന്നു എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എല്ലാവർക്കും എല്ലാം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതോടൊപ്പം തന്നെ പച്ചവെളിച്ചത്തിന് ഭരണഘടനയിൽ അധിഷ്ഠിതമായിട്ട് ഒരു മാധ്യമ പ്രവർത്തനം എന്നുള്ള രീതിയിൽ നിർഭയമായ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിർഭയമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്. അത് BJPയുടെ കേന്ദ്ര ഭരണകക്ഷി എന്നുള്ള രീതിയിൽ BJPക്ക് ഒരു സംവിധാനത്തെയും അടിച്ചമർത്താനുള്ള അധികാരം ഇല്ല. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ആരുടെയും പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താനുള്ള അധികാരമില്ല. എല്ലാവർക്കും അവരുടേതായ പൗരസ്വാതന്ത്ര്യവും അതുപോലെ തന്നെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ടാവണം. ജനാധിപത്യം പൂത്തൊലയണം. അതുപോലെ തന്നെ പനക്കീലിനെ വ്യക്തിപരമായിട്ട് വളരെ ഇഷ്ടമാണ്. എന്ത് പറഞ്ഞാൽ എവിടെ കണ്ടാലും രാജുവാട്ട എന്ന് പറഞ്ഞുകൊണ്ട് എന്നെയൊക്കെ സമീപിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. താങ്കൾക്ക് രാഷ്ട്രീയപരമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും എല്ലാ രാഷ്ട്രീയ കക്ഷികളുമായിട്ടുള്ള താങ്കളുടെ ബന്ധം എന്താണ്? നേതാക്കന്മാരായിട്ടുള്ള താങ്കളുടെ ബന്ധം എങ്ങനെയാണ്? അതും കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. എല്ലാവരുമായിട്ടും നല്ല സൗഹൃദമാണ്. കാരണം സ്നേഹം കൊടുക്കുക, ആത്യന്തികമായിട്ട് സമാജത്തിൻ്റെ സേവകരല്ലേ നമ്മൾ. അപ്പോൾ സമാജത്തിൽ നമ്മൾ ഇതിൽ നിന്നൊന്നും വേറൊന്നും ആഗ്രഹിക്കുന്നില്ലല്ലോ. എല്ലാവരും സ്നേഹിക്കുക. ഈ സ്നേഹിച്ചിട്ടാണ് സമാജത്തിൽ സംഘടന ശക്തിപ്പെടുത്തേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം ആ ഒരു കാലഘട്ടം കഴിഞ്ഞു. അതെല്ലാം നമ്മൾ ആ സമയദോഷം എന്ന് വിശ്വസിച്ചത് ഇന്ന് ശത്രുക്കളല്ല, രാഷ്ട്രീയ എതിരാളികളാണ് നമ്മുടെ മുന്നിലുള്ളത്. ആ രാഷ്ട്രീയ എതിരാളികളെയും സ്നേഹിച്ച് എൻ്റെ പ്രസ്ഥാനത്തോട് അടുപ്പിക്കുക എന്നുള്ളൊരു വിശ്വാസത്തോട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതാണ് പറയാനുള്ളത്. വേറെ ഒന്നുമില്ല. ഏതായാലും താങ്കളും താങ്കളുടെ പാർട്ടിക്കും പയ്യന്നൂർ നഗരസഭയിൽ വിജയമുണ്ട്. അവിടെ താങ്കൾക്ക് കരുവള്ളൂർ ഒരു സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ രാമന്തളി ഒരു സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞു. നിങ്ങൾ BJP ഒരു സീറ്റ് രാമന്തളി പഞ്ചായത്തിലും അതുപോലെ തന്നെ കരുവള്ളൂർ പഞ്ചായത്തിലും
താങ്കൾ ഇവിടെ BJP വിജയിക്കും, പയ്യന്നൂർ നഗരസഭയിൽ 5 സീറ്റ് വിജയിക്കുമെന്ന് താങ്കൾ തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി പറഞ്ഞിട്ടുണ്ട്. അതിൽ താങ്കൾ ഉറച്ചു നിൽക്കുന്നുണ്ട് എന്ന കാര്യവും കാണുന്നു. ഏതായാലും BJPയുടെ പ്രതീക്ഷക്കൊത്ത് BJPക്ക് വളരാൻ വേണ്ടി സാധിക്കട്ടെ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളുടെ സേവകരായിട്ട് ഇവിടെ മാറട്ടെ, എല്ലാ ജനപ്രതിനിധികളും ജനതൽപരരാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത്രയും സമയം പച്ചവെളിച്ച എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു ചാനലിന് പിന്നെ സംസാരിക്കാൻ വേണ്ടിയിട്ട് വളരെ തിരക്കുണ്ടായിട്ട് പോലും ഇവിടെ ഓടിയെത്തിയിട്ടുള്ള പനക്കീലിനോടുള്ള സ്നേഹം അറിയിക്കുന്നു. പനക്കീൽ രാഷ്ട്രീയ ഭൂമികയിൽ ഒരു നല്ലൊരു തിളക്കമുള്ള ഒരു താരമായിട്ട് വളരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. വേറെ ഒന്നും പറയാനില്ലല്ലോ. ഇപ്പം ചെറിയ ഒരു പച്ചവെളിച്ച് ചെറുതാന്നാ പറഞ്ഞു. പച്ചവെളിച്ച ചെറുതെന്നല്ല, പയ്യന്നൂര് എന്നല്ല, ഒരുപാട് ആള് കാണുന്ന ഒരു സത്യസന്ധമായ ഒരു പ്രവർത്തനം ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പച്ചവെളിച്ചത്തിൻ്റെ ആ പ്രവർത്തന രീതി ഇനിയും ഒരുപാട് ഉയരങ്ങൾ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങളെപ്പോലെയുള്ളവർ എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയാൻ, ചിലവർക്കൊന്നും രാഷ്ട്രീയ പാർട്ടികൾ പോലെല്ലാവർക്കും ചിലർക്കൊന്നും ചില കാര്യങ്ങൾ വിളിച്ചു പറയാൻ പറ്റാത്തൊരു സാഹചര്യം പയ്യന്നൂർ പോലെ സ്ഥലത്തുണ്ട്. ആ സ്ഥലത്ത് നിങ്ങളെപ്പോലുള്ളവർ ആത്മാർത്ഥമായ രീതിയിൽ ചില കാര്യങ്ങൾ ആരെയും ഭയപ്പെടാണ്ട് പറയുന്നു എന്നുള്ളത് നമുക്കൊക്കെ ഏറെ അഭിമാനം. നിങ്ങളെപ്പോലെ ഒരുപാട് വളരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. സന്തോഷം. ഏതായാലും നമ്മൾക്ക് ഈ ഒരു ചർച്ച പയ്യന്നൂരിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരിപാടിയാണ്. പയ്യന്നൂരിലെ ജനസഭ എന്ന് പറയുന്ന സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ടുള്ള അഭിമുഖം. അതുപോലെ തന്നെ വേറൊരു സെഗ്മെന്റാണ് പയ്യന്നൂർ ജനസഭയിലെ നേതാവിനൊപ്പം. ആ നേതാവിനൊപ്പം എന്നുള്ള പരിപാടിയിൽ ഇന്ന് അഡ്വക്കേറ്റ് പി സന്തോഷാണ് ആദ്യം സംസാരിച്ചത്. ഇന്ന് അവസാനമായിട്ട് ഈ പരിപാടിയിൽ സംസാരിക്കുന്നത് BJPയുടെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള പനക്കൽ ബാലകൃഷ്ണനാണ്. AP നാരായണൻ സംസാരിച്ചു, അതുപോലെ സഹദുള്ള സംസാരിച്ചു, V ബാലൻ സംസാരിച്ചു. അങ്ങനെയുള്ള പ്രമുഖ നേതാക്കന്മാരെ ഒരു വേദിയിൽ കൊണ്ടുവരാൻ വേണ്ടി പച്ചവെളിച്ചത് സാധിച്ചത് വലിയ സന്തോഷമായിട്ട് കരുതുന്നു. ഏതായാലും നമ്മുടെ ജനാധിപത്യം ശക്തമാവട്ടെ, നിർഭയമായി വോട്ട് ചെയ്യാൻ വേണ്ടി എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. പച്ചവെളിച്ചത്തിനു വേണ്ടി രാജീവൻ പച്ച.